എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് ഫ്ലവേഴ്സ് ഒരു കോടി. ബെന്യാമിന്റെ പ്രശസ്തമായ നോവൽ ആടുജീവിതത്തെ ആധാരമാക്കിയുള്ള പൃഥ്വിരാജ് നായകനാകുന്ന ബ്ലസ്സിയുടെ ചിത്രം ആടുജീവിതം ഈ മാസം 28-ാം തീയതി തിയേറ്ററിലെത്തുന്നു. നമുക്കറിയാം ആരാണ് ഈ നജീബ്. ആലപ്പുഴയിലെ ആറാട്ടുപുഴയിൽ നിന്ന് ഒരു മണലാരണ്യത്തിലെത്തി ഒരുപാട് ദുരിതങ്ങൾ പേറി ജീവിതം തന്റെ മുന്നിൽ വഴിമുട്ടിയപ്പോ ഏതോ ഒരാൾ ദൈവത്തെ പോലെ കടന്നു വന്ന് രക്ഷപ്പെടുത്തി ആറാട്ടുപുഴയിലേക്ക് മടക്കി കൊണ്ടുവന്നു. ഒരുപാട് വെള്ളത്തിന്റെ നടുവിൽ ജീവിച്ച ഒരു മനുഷ്യൻ കുറെ അധികം കാലം വെള്ളമില്ലാത്തൊരു ലോകത്ത് പെട്ടുപോവുക. ഒരുപാട് വൈവിധ്യവും നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നുപോയപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ അവശേഷിച്ചത് 2.5 കൊല്ലക്കാലം അയാൾ അനുഭവിച്ച ദുരിതങ്ങളുടെ തീമഴയാണ്. ഈ സിനിമയിലെ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിലെ യഥാർത്ഥ നായകൻ നജീബ് നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. കടൽക്കാറ്റിന്റെ തണൽ തേടുന്ന ആലപ്പുഴ ആറാട്ടുപുഴയിൽ നിന്നും മരിക്കാറ്റ് ചുട്ടുപൊള്ളിക്കുന്ന അറേബ്യൻ മണലാരണ്യങ്ങളിലെ ആടുജീവിതത്തിലേക്ക് നജീബ് നടന്നു നീങ്ങിയത് ഒരു സിനിമാ കഥ പോലെ അവിശ്വസനീയവും എന്നാൽ സത്യസന്ധവുമാണ്. ബ്ലസ്സി, പൃഥ്വിരാജ്, ബെന്യാമൻ കൂട്ടുകെട്ടിന്റെ ആടുജീവിതം എന്ന ചിത്രത്തിന് പിന്നിലെ യഥാർത്ഥ കഥാനായകൻ ആലപ്പുഴക്കാരനായ നജീബ് തന്നെയാണ്. പ്രവാസികളും അല്ലാത്തവരുമായ മലയാളികളുടെ മനസാക്ഷിയെ പിടിച്ചുലച്ച ബെന്യാമന്റെ ആടുജീവിതം എന്ന സാഹിത്യ സൃഷ്ടി അഭ്രപാളികളിൽ എത്തുമ്പോഴും കടന്നുവന്ന കനൽ വഴികളിലെ നടന്നു തീർത്ത ദുരിതകാലം നജീബിന്റെ ഓർമ്മകളിൽ നിന്നും തെല്ലും മായുന്നില്ല. സ്വന്തമായി ഒരു വീട് വെക്കണമെന്ന ആഗ്രഹത്തോടെ വീട് വിട്ടിറങ്ങി സ്വപ്നങ്ങളുടെ മരിപ്പച്ചകൾ തേടിപ്പോയ നജീബിനെ കാത്തിരുന്നത് സമാനതകളില്ലാത്ത ദുരിതങ്ങളുടെ ആടുജീവിതമായിരുന്നു. തന്റെ ജീവിതം നിത്യഹരിതമായ സാഹിത്യരചനയും അഭ്രസാക്ഷാത്കാരവുമാക്കിയ പ്രതിഭകളോടൊപ്പം നിൽക്കുമ്പോഴും നജീബിന്റെ കണ്ണുകളിൽ ആരുമില്ലാതെ ആടുകളോടൊപ്പം നടന്നു നീങ്ങിയ ആ മരുദിനങ്ങളുടെ മരവിപ്പ് മാറുന്നില്ല. ഭാര്യയും സുഹൃത്തുക്കളും ആ ആടുജീവിത കാലത്തെന്ന പോലെ ഇപ്പോഴും കൈവിടാതെ ഒപ്പമുണ്ട് നജീബിന്റെ കരുത്തും കരുതലുമായി. വരുന്നു ഫ്ലവേഴ്സ് ഒരു കോടിയുടെ വേദിയിലേക്ക് മരുഭൂമിയിൽ നിന്നും തിരിച്ചു പിടിച്ച ജീവിതത്തിന്റെ പച്ചപ്പുമായി നജീബ്. അവിടെ കുട്ടേട്ടനുണ്ട്. കുട്ടേട്ടാ ഹായ്. നമസ്കാരം നജീബ്. നമസ്കാരം നജീബേ നമസ്കാരം. നമസ്കാരം. കുറെ കാലം മുമ്പ് ഞാൻ ഈ ആടുജീവിതം എന്ന നോവൽ വായിച്ചത്. അന്ന് എന്റെ മനസ്സിൽ പതിഞ്ഞൊരു നജീബുണ്ട്. ആ നജീബിന് ഇത്രയും തടിയില്ല. ഇല്ല, കുറച്ച് ലീനായിട്ടുള്ള ഒരാളാണ്. ഒരുപാട് താടിയൊക്കെ വളർന്നിട്ടുണ്ട്. അത്യാവശ്യം വികൃത രൂപമാണ്. ഇതൊക്കെയാണ് നജീബിനെ ഞാൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കയറി പറ്റിയത്. ഇത്രയും കാലം കഴിഞ്ഞിട്ടും നജീബിലെ ആ കഥാപാത്രം അങ്ങനെ തന്നെ കിടക്കുക എൻ്റെ മനസ്സിൽ. നജീബിനെ കണ്ടപ്പോൾ ഞാൻ അമ്പരം നോക്കിയത് അതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ എത്ര കൊല്ലക്കാലം നജീബ് ഡയറക്റ്റായിട്ട് ചോദിച്ചാൽ ഈ മണലാരണ്യത്തിൽ പെട്ടുപോയി? 2 വർഷം ചെല്ലുവാനും ഞാൻ ആ മരുഭൂമിയിൽ കിടക്കുമായിരുന്നു. 2 കൊല്ലത്തിലധികം. ഞാൻ ഈ ബാക്കിൽ ആറാട്ടുപുഴയിലേക്ക് വന്നാലേ നജീബിന്റെ വീട്ടിലെ സാഹചര്യം എങ്ങനെയാണ്? എൻ്റെ വീട്ടിലെ സാഹചര്യം അന്ന് ഞാനവിടെ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ച് പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ട് 5 സെന്റ് സ്ഥലം വിറ്റാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. അങ്ങനെ പോയി റിയാദ് എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി. ഈ കല്യാണം കഴിച്ചിരുന്നല്ലോ, ഭാര്യയൊക്കെ ഗൾഫിൽ പോകാനാണോ പറഞ്ഞത് അതോ? ഇല്ല, ഭാര്യ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഒരു സെക്കൻഡ്, ഇപ്പൊ ഭാര്യ കൂടെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഭാര്യക്ക് ഇദ്ദേഹം ഗൾഫിൽ പോകുന്ന താല്പര്യമായിരുന്നോ? താല്പര്യക്കുറവായിരുന്നു അല്ലേ? താങ്കളുടെ വീട് ശരിക്കും എവിടെയായിട്ട് വരും? എന്റെ വീട് ഹരിപ്പാട് മുട്ടം. ഓക്കെ. അപ്പോ പക്ഷേ വേറെ മാർഗമില്ലാത്തോണ്ട് അങ്ങ് പോയി അല്ലേ? പോയി. വേറെ വീടൊന്നും നമുക്ക് സ്വന്തമായിട്ടില്ലാത്തത് കൊണ്ട് ഗൾഫിൽ പോയി രക്ഷപ്പെടാം. കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലമായിരുന്നു? കല്യാണം കഴിഞ്ഞ ആ വർഷം 6 മാസം കഴിഞ്ഞതേ ഉള്ളൂ. 6 മാസം. താങ്കൾ? ഞാൻ നജീബിന്റെ അളിയനാണ്. പെങ്ങളാണിത്. മുഴുവൻ പേര്? എന്റെ പേര് ഹുസൈൻ. നിങ്ങൾ ബന്ധുക്കളാണ് അല്ലേ? ഓക്കെ. എന്റെ പേര് റഷീദ്. ഞാൻ ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠത്തിയുടെ മോനാണ്. റഷീദ്. അപ്പൊ ഹുസൈനും റഷീദും ഗർഭിണിയായിരിക്കുമ്പോഴല്ലേ ഇദ്ദേഹം പോയത്? നമുക്ക് ആ വിശദാംശങ്ങളിലേക്ക് വരണം. ഓക്കെ. വളരെ സന്തോഷം. എവിടെ വരെ ഉണ്ടായിരുന്നു നജീബിന് വിദ്യാഭ്യാസം? ഒക്കെ പഠിച്ചിരുന്നോ? അന്നത്തെ 10ാം ക്ലാസ് ആയിരുന്നു. കാരണം അന്ന് സ്കൂളിലൊന്നും പോകത്തൊന്നുമില്ല. അന്ന് നമ്മൾ ചെറുതായിട്ടൊക്കെ പണിക്ക് പോകുമായിരുന്നു. എന്ത് പണി? പടിഞ്ഞാറത്തെ മണ്ണുവാരലും മറ്റേതൊക്കെ ആയിട്ടൊക്കെ നടക്കുമായിരുന്നു. വീട്ടില് അപ്പായ്ക്കൊക്കെ സുഖം അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പഠിത്തമൊന്നും വലുതായിട്ടൊന്നും നടന്നില്ല. പിന്നെ വീട്ടിലെ ഒരുപാട് അംഗബലം ഉണ്ടായിരുന്നു. 5 പേരുണ്ടായിരുന്നു. 5 പേരുണ്ടായിരുന്നു. അപ്പൊ ഉപ്പയ്ക്കൊക്കെ എന്തായിരുന്നു പണി? ഉപ്പായ്ക്ക് മീൻ്റെ പരിപാടിയായിരുന്നു.
പിന്നെ ഉപ്പാക്ക് പിന്നെ സുഖമില്ലാതായി. ആറാട്ടുപുഴ പൊതുവേ ആൾക്കാർ എനിക്കൊന്ന് കടലൊക്കെ പോയല്ലേ ജീവിച്ചു അതെ അതെ ജീവിക്കുന്നത്. എന്റെ വീട്ടിൽ നിന്നുകൊണ്ട് കടലിങ്ങനെ കാണാം. കാണാം. അപ്പൊ കടലിന് അടുത്താണ്. അടുത്താണ്. അപ്പൊ കടല് മാടി വിളിക്കും ഇടയ്ക്കിടയ്ക്ക്. പണിയാ മോൻ, നല്ല സാധ്യത, കടലിങ്ങനെ പരന്ന് കിടക്കല്ലേ. അതെ അതെ. ഓക്കെ. പക്ഷെ ആ ഏരിയയിലോട്ട് നജീവിന് താല്പര്യം തോന്നിയില്ല. ഇല്ല, കടലിലോട്ട് ഞാൻ മീൻ പിടിക്കാൻ അങ്ങനെ മീൻ പിടിക്കാനായിട്ട് ഞാൻ പോയപ്പോഴ് എനിക്ക് കടൽ ചൊരുക്കുന്നു. ഓ അത് ശരി. അതുകൊണ്ട് ഒരു ദിവസം പോയതേ ഉള്ളൂ, പിന്നെ പോയിട്ടില്ല. പിന്നെ മണൽവാരലായിരുന്നു. മണൽവാര്, കടലിൽ കക്കാവാര്, അങ്ങനെയൊക്കെയുള്ള പരിപാടി. അതുകൊണ്ട് ജീവിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ജീവിച്ചു പോകാൻ പറ്റിയ സാഹചര്യം കല്യാണം കഴിച്ചപ്പോഴൊന്നും നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഗൾഫിൽ എവിടെയും പോയി രക്ഷപ്പെടാന്ന് വിചാരിച്ചു. അങ്ങനെ രക്ഷപ്പെടാന്ന് വരില്ല. നമ്മുടെ വീടിന്റെ അയലത്തൊക്കെ ഉള്ളവരൊക്കെ ഗൾഫിൽ പോയി വലിയ വീട് വെക്കുന്ന, കാശുണ്ടാക്കുന്ന, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ മനസ്സിലങ്ങോട്ട് തോന്നി. അതല്ല, അന്നൊക്കെ ആ ഗൾഫിനെ കുറിച്ചൊക്കെ കേൾക്കുന്ന സ്വപ്നങ്ങൾ ഭയങ്കര സംഭവം. അതെ. ആര് വഴിയായി ഈ അങ്ങോട്ട് കടക്കാൻ ശ്രമിച്ചത്? അങ്ങോട്ട് കടക്കാൻ നമ്മളൊരു ബന്ധു മുഖേന തന്നെയാണ്. പക്ഷേ അങ്ങനെ ഈ ബന്ധുവിന്റെ കുഴപ്പം കൊണ്ടല്ല, മനസ്സിലായി. എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി. താങ്കള് ഏത് വഴിയാ? ബോംബെ വഴിയാ പോയത്. സഹായത്തിന് ആരെങ്കിലും ഉണ്ടായിരുന്നു കൂടെ? ഇല്ലായിരുന്നു. അപ്പൊ ഒറ്റയ്ക്ക് ആദ്യത്തെ വിമാനയാത്രയായിരുന്നു? എന്റെ അയലത്തുള്ളവരത്തിന് ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അത് വേറെ സ്ഥലത്ത് പോകാനുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയത് ഇറങ്ങിയത് ഈ പയ്യൻ നിമിത്തമാണ് വീട്ടിൽ അറിയുന്ന. ഞാൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അന്നേരം പുള്ളി വേറെ അബഹായ്ക്ക് പോണ്ടായിരുന്നു. അങ്ങനെയാണ് വീട്ടിൽ അറിയുന്നത് ഞാൻ ഇറങ്ങിയതായിട്ടുള്ള. പിന്നെ യാതൊരു വിവരവും ഇല്ലായിരുന്നു. താങ്കൾ യഥാർത്ഥത്തിൽ എന്ത് വിസയിലാ പോയത്? ഞാനൊരു സൂപ്പർ മാർക്കറ്റിലേക്കായിട്ടും പറയാൻ പോയത്. അങ്ങനെയുള്ള വിസയിലാ പോയത്. എയർപോർട്ടിലുണ്ടായ കൺഫ്യൂഷൻ കൊണ്ടാണോ താങ്കൾ അങ്ങനെ പോകാൻ കാരണം? ഞാൻ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോഴും ആരെയും കാണുന്നില്ല. പിന്നെ താങ്കൾക്ക് ടെലിഫോൺ നമ്പറൊക്കെ ഉണ്ടായിരുന്നു? എന്റെ നമ്പറുണ്ട്, പക്ഷെ വിളിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും പറ്റിയില്ല. അങ്ങനെയാണ് പിന്നെ ഒരാൾ ഇവിടെ ഇങ്ങനെ അറബി ഇങ്ങനെ നിന്നിട്ട് താഴ്ത്താഴ്ന്ന് വിളിച്ച്. അപ്പോൾ ഞാനങ്ങനെ ശ്രദ്ധപ്പെടാൻ കാര്യം എന്തുവാ? ശ്രദ്ധപ്പെടാൻ ഒരു വണ്ടിയിട്ട് അവിടെ കിടക്കുമായിരുന്നു. അപ്പോഴേ വിസ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. അതൊന്നും കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ലായിരുന്നു. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇത് കാണിച്ചപ്പോഴ് പാസ്പോർട്ട് എന്റെ മാറ്റിട്ട് പറഞ്ഞ എന്റെ ആമല്ല എന്ന് പറഞ്ഞ് കയറ്റി കൊണ്ടുപോകും. എന്റെ ആളാണെന്ന് നോക്കി. പക്ഷെ ശരിക്കും അത് എന്റെ അല്ലായിരുന്നു. ഇങ്ങനെ എയർപോർട്ടിൽ വന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്ന ജോലിയായിരുന്നു പുള്ളിക്കുള്ളത്. എന്നിട്ട് ഏതെങ്കിലും മരുഭൂമി കൊണ്ടുവന്ന് വിട്ടുകൊടുക്കുക. താങ്കൾ ഈ നഗരം വിട്ട്, ഇപ്പൊ എയർപോർട്ടൊക്കെ നഗരമാണല്ലോ, നഗരം വിട്ട് ഈ മണലാരണ്യത്തിലേക്ക് കയറി. മണലാരണ്യം ചെറിയ ആരണ്യമല്ലല്ലോ, അത് അക്ഷരാർത്ഥത്തിൽ മണൽക്കാടാണല്ലോ. ഇങ്ങനെ നീണ്ടു കിടക്കുക. ഈ മണൽക്കാടിലൂടെ കുറേ കിലോമീറ്റർ പോയി കാണുമല്ലോ. കുറേ കിലോമീറ്റർ പോയി. എത്ര മണിക്കൂറൊക്കെ പോയി കാണും? ഏതാണ്ട് ഒരു 1-2 മണിക്കൂറെങ്കിലും പോയി കാണും. പോയി ഞാനീ മരുഭൂമി ഇറങ്ങി മരുഭൂമിയിലോട്ട് വണ്ടി ഓടുമ്പോഴൊന്നും ഒരു ബിൽഡിംഗ് ഒന്നും കാണാനില്ല, ഒരാളിനെയും കാണുന്നില്ല. അപ്പോഴെനിക്ക് എന്റെ മനസ്സിലെന്ത്, പണ്ടൊക്കെ ഇതുപോലെ ആട് മേയ്ക്കാൻ ആൾക്കാർ പോയിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സംശയം. പിന്നെ ഇത്രയും ഓടിയിട്ട് ഒന്നും കാണാത്തപ്പം എന്റെ മനസ്സിൽ തോന്നുക ഇങ്ങനെ. അങ്ങനെ ഓടി ചെല്ലുമ്പോൾ പിന്നെ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഒരു 10-700 ആടും ഒരു 10-20. എത്ര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം 2 മണിക്കൂർ. പിന്നെ മണിക്കൂറൊന്നും നോക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ കരച്ചിൽ മാത്രമേ ഉള്ളൂ. പ്രകാശമൊന്നുമില്ല. വേറെ രാത്രിയായിരുന്നു. ഈ വണ്ടിക്കകത്ത് എന്ത് വണ്ടിയായിരുന്നു? പിക്കപ്പ്. ഈ വണ്ടിക്കകത്ത് ഈ അറബി ഉണ്ടല്ലോ, ഉണ്ട്. അതേ ഒന്നും പറയുന്നില്ലേ? അദ്ദേഹം ഒന്നും പറയുന്നില്ല. ഭാഷ അറിയില്ലല്ലോ. ഇല്ല, ഭാഷ അറിയത്തില്ല. ഒന്നും ചോദിക്കാനും പറ്റിയില്ല. ചോദിക്കാൻ നമുക്ക് അങ്ങോട്ട് ചോദിക്കാനൊന്നും അറിയുന്നില്ല. അവനൊന്നും പറയുന്നില്ല. തന്നെയാണോ ഡ്രൈവ് ചെയ്യുന്നത് അതോ മറ്റേ ആള് തന്നെ ഡ്രൈവ് ചെയ്യുന്നു? ഒരാളേ ഉള്ളൂ. ഓക്കെ. അപ്പൊ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക. സന്ധ്യ ആയപ്പോഴാണോ അവിടെ ചെന്നിറങ്ങിയത് അതോ രാത്രിയായി? ഓ. അപ്പോഴെല്ലാം ഈ ഇരുട്ട് മൂടിയ സ്ഥലത്തൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുക. ഇങ്ങോട്ടാന്ന് അറിയില്ല. പേടിച്ചു. നമ്മുടെ അകപ്പാടിതായി പോയി, വിറച്ചു പോയി. ജീവിതം അവസാനിച്ചെന്ന് തോന്നി. ഇനിയിപ്പോ രക്ഷപ്പെടാൻ വഴിയില്ല. ഇയാൾ എന്തിനാ കൊണ്ടുവന്നതെന്ന് പോലും അറിയില്ല അല്ലേ? പാസ്പോർട്ട് കയ്യിലുമാണ്. പാസ്പോർട്ട് അവിടെ പാസ്പോർട്ടിന് പ്രസക്തി ഇല്ലല്ലോ. ഒന്നിനും ഇല്ല. ആരും വന്ന് ഒന്ന് നോക്കാനും കാണാനും ഒന്നും ആരുമില്ല. അപ്പൊ അയാൾക്ക് ഒരാളെ കിട്ടണം, ആളെ തപ്പി. ഇത്രേ ഉള്ളൂ. ചെന്നിറങ്ങുമ്പോ എത്ര ആടുകൾ ഉണ്ടാവും ഏകദേശം? അന്ന് രാത്രി ഇത്രയും കണ്ടില്ലായിരുന്നു. പിന്നെ പിറ്റേന്ന് നോക്കുമ്പോൾ ഒരു 10-700 ആടും 10-20 ഒട്ടവും ഇങ്ങനെ നിൽപ്പുണ്ട്. 20 ഒട്ടകം ഉണ്ട്. അപ്പൊ ഈ ചെന്നിറങ്ങിയപ്പോ എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയോ? അന്ന് കഴിക്കാൻ പിന്നെ കുബൂസൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ഞാൻ കഴിച്ചില്ല. കാരണം അന്ന് ഞാൻ കരച്ചിൽ മാത്രമേ ഉള്ളായിരുന്നു. കാരണം എന്റെ ജീവിതം പോയി എന്നുള്ള ചിന്ത ഒന്ന് കരയുവാങ്ങും. മുറുക്കൻ അലവിട്ട് കരയും. അപ്പൊ ഇയാള് കിടന്നുകൊണ്ട് ഇതാണ്ടൊക്കെ കിടന്ന് പറയുന്നുണ്ട്. അന്ന് എത്ര വയസ്സ് പ്രായം? അന്ന് എനിക്ക് 30 വയസ്സെടുത്തുണ്ട്. 29 വിളിക്കുന്നല്ലേ? അതെ. ഒന്നും പറയുന്നില്ല. അയാൾക്കൊന്നും പറയാനുള്ള ഇതല്ല. കാരണം അയാൾക്ക് കൊണ്ടുവന്നല്ലേ എന്നെ.
അയാളുടെ സ്പോൺസർ അല്ലല്ലോ, ആളല്ലല്ലോ ഞാൻ. അയാൾക്കത് അറിയാം അല്ലേ? അയാൾക്കതറിയാം. കാരണം അയാളെ പാസ്പോർട്ടൊക്കെ നോക്കിയല്ലോ. പാസ്പോർട്ട് നോക്കി അന്നേരം കൈ എടുത്ത്. പിന്നെ പല പ്രാവശ്യവും ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ചാടിപ്പോവാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. കാരണം ഏത് സമയത്ത് ഇയാൾ അവിടെ ഉണ്ട്. ഈ അവിടെ ചെന്നിട്ട് ഈ ചെല്ലുന്ന ദിവസം അവിടെ വേറെ ഒരു മനുഷ്യനെയും കണ്ടില്ലല്ലോ. ഒരു ഫിഗർ രൂപയപ്പോൾ ഒരാളുണ്ടായിരുന്നു. അയാളുടെ പണി എന്തോ അവിടെ? അയാൾ ഇതിന്റെ പണിയായിരുന്നു തോന്നുന്നു. അപ്പൊ ഇതുപോലെ ഇപ്പൊ ഈ പാടിയും മീഡിയസും എല്ലാം വളർന്നു ആകപ്പാട് വികൃത രൂപമായിട്ടൊരാള്. ചിലപ്പോ നേരത്തെ നജീവിനെ പോലെ അവിടെ ചെന്ന് വിട്ട ആളാണ്. അല്ലെ, അയാൾക്ക് രക്ഷപ്പെടാൻ വഴിയില്ലാതെ. വഴിയില്ല. അയാൾ അന്ന് ഒന്നും മിണ്ടുന്ന പോലും ഇല്ലാത്ത ഒരാള്. ആള് ലേശം ക്രൂരനാണോ അതോ? ഇച്ചിരി നല്ല തടിയൊക്കെ ഉണ്ട്. അയാൾ എന്തെങ്കിലും ഒന്നും സംസാരിച്ചില്ല. ഭക്ഷണം കഴിക്കണോ അങ്ങനൊന്നും ചോദിച്ചില്ല. ഞാൻ ചെന്നോടനെ പുള്ളി അവിടെ വെളിക്ക് തന്നെ കണ്ട് കട്ടിൽ കിടപ്പുണ്ട്. അതിനകത്ത് ഒരെണ്ണത്തെ മാറി കിടന്ന് അയാൾ കിടന്ന്. ഞാൻ പോയി അവിടെ പോയിരുന്ന് കരഞ്ഞിരിക്കുക. ഇനി ആരുമായിട്ട് സംസാരിക്കണേ ആരും ഇല്ലല്ലോ. അങ്ങനെ കരഞ്ഞപ്പോൾ ഞാനിപ്പോൾ വിശക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ സാധനം അതിൽ നിന്ന് ഇച്ചിരി പൊട്ടിച്ച് കഴിച്ച് പിന്നെ കരഞ്ഞ് ഞാൻ മാറിയിരിക്കുക. ഇങ്ങനെ എന്നാലും ഇച്ചിരി പാതിരാത്രി എങ്ങാണ്ടായപ്പോൾ ഒന്ന് വാങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പോ ഈ മനുഷ്യൻ അവിടെ ഇല്ല. അറബിയല്ല, ഈ കൂടെ അവിടെ കിടന്ന ആള് അയാളില്ല. അറബിയോടെ പോയി. അറബി അതിനകത്തുണ്ട്. അറബി കൂടാതെ എന്തോന്നുണ്ട് അതിനകത്തിരിക്കുക. വെന്റിയുണ്ട്. ഞാനിവിടെ ഈ ഇത്രയും വർഷം കഴിഞ്ഞാണ് ഈ പുള്ളി അവിടെ നിന്ന് പോണത്. ഓ അത് ശരി. അല്ലെങ്കിൽ ആ പോകുന്നതിന്റെ അന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് ചാടി പോകത്തില്ലേ. ഓ അതേ അവിടെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ടും പാനക്കുന്നില്ലെന്ന്. അതല്ലേ. ഓക്കെ. അപ്പൊ എന്നിട്ട് രണ്ടാമത്തെ ദിവസം നമ്മുടെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ദിവസം രണ്ടാമത് നോക്കുമ്പോ ഇയാളെ ഈ അടുത്ത കട്ടിലെ കിടന്നവനെ കാണുന്നില്ല. ഓക്കെ. മാത്രമല്ല അവിടെ കുളിക്കാനും ഒന്നും ഒരു സാധ്യതയില്ലല്ലോ. ഈ 2.5 കൊല്ലത്തിനിടയില് എത്ര തവണ കുളിച്ചിട്ടുണ്ടാവും? 2 പ്രാവശ്യം. ആകെ 2 തവണയെ കുളിച്ചിട്ടുള്ളൂ. ഇവിടെ എല്ലാ ദിവസവും എത്ര നേരം കുളിക്കുമോ? 4 നേരം. 2 നേരം കുളിക്കും. 2 നേരം. ആറാട്ടിവിടെ വെള്ളത്തിന്റെ നടുവില് ഇങ്ങനെ കടുത്തട്ടും വെള്ളത്തിൽ മണല് വാരി ജീവിച്ച ആളാണ്. 2.5 കൊല്ലത്തിനിടയിൽ 2 തവണ കുളിച്ചിട്ടുള്ളൂ. കടലിൽ കുളിച്ചിട്ടൊക്കെ പിന്നെ വന്നിട്ട് വന്ന് വീട്ടിൽ വന്നും കുളിക്കും. ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ മലയാളികളൊക്കെ ഈ 3 നേരം കുളിച്ച് ശീലിച്ചവരായുണ്ട്. ഈ കുളിക്കാതിരുന്നാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവൂലേ? ഭയങ്കര പൊടിക്കാറ്റും പൊടിയും ആപ്പാട് ഇതാണ്. ഒരു രക്ഷയില്ല. അപ്പൊ ഈ രണ്ടാമത്തെ ദിവസം എത്ര നേരം കഴിഞ്ഞാ മറ്റേ വന്നത്? ആ പോക്ക് പോയതാ, പിന്നെ കണ്ടിട്ടേ ഇല്ല. ഫസ്റ്റ് ഡേ. ഓ അത് ചിലപ്പോ എനിക്കൊന്ന് താങ്കൾ വന്നത് കൊണ്ട് അയാളെ റിലീവ്ഡ് ആയി കാണും അല്ലെ? അയാളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. അയാൾ രക്ഷപ്പെട്ടു അല്ലേ? അയാളെ രക്ഷപ്പെട്ടു. അതാണ് അയാളെ രക്ഷപ്പെട്ടു. അപ്പൊ അയാളെ പോകുന്ന നേരത്തൊന്നും പറഞ്ഞില്ല അല്ലേ? ഇല്ലില്ല. പിറ്റേ ദിവസം ഈ മറ്റേത് എന്താ പറഞ്ഞ കൊണ്ടുപോയ ആള്? രാവിലെ എണീറ്റിട്ട് ഒരു അദ്ദേഹത്തിന് എന്താ നിങ്ങൾ വിളിച്ചിരുന്നത്? ഞാനൊന്നും വിളിക്കുന്നില്ല. അർബാബൊന്നും വിളിക്കുന്നില്ല. രാവിലെ എണീറ്റ് ഒരു കെറ്റൽ കൊണ്ട് തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇതിനെ പിഴിയാൻ പറഞ്ഞു. ആടിനെ പിഴിയാൻ പറഞ്ഞു. ആടിനെ പിഴിയാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെന്ന് ഒരെണ്ണത്തിനെ പിഴിയാൻ നോക്കിയിട്ട് പാല് വരുന്നില്ല. ആടിനെ പശുവിനെ കറന്ന് പരിചയമുണ്ടോ? ഇല്ല, ഒരു പരിചയമില്ല. ആദ്യമായിട്ടാ ആടിനെ നാട്ടിൽ കണ്ടും പശുവിനെ കണ്ടിട്ടല്ലേ ഉള്ളു, അല്ല പിഴിഞ്ഞിട്ടില്ലല്ലോ. ഇത് ഇവിടുന്ന് ഞെക്കിയിട്ട് പാല് വരുന്നില്ല. അപ്പൊ അവൻ ഏതാണ്ട് കിടന്നോണ്ട് പറയുന്നുണ്ട്. അന്നേരം എന്നെ ചാടി പിടിച്ചത് പിടിച്ച് മേടിച്ചിട്ട് അവൻ പിഴിഞ്ഞ്. പുള്ളിക്കറിയാം. അയാൾ എത്ര പ്രായമുള്ള ആളായിരിക്കും? ഒരു 10-50 വയസ്സിന്റെ മേളിക്കാണ്. ആള് ചുങ്കനാന്ന് പറഞ്ഞാൽ കറുത്തിരുണ്ട് പേടിച്ചു പോകും നമ്മള്. എന്നിട്ട് പാല് കറന്നിട്ട് അയാൾ എന്ത് ചെയ്തു? പാല് കറന്നിട്ട് ഇന്നൊന്നുണ്ട്, ഒരു ഗ്യാസ് ഉണ്ട്, ചെറിയ ഗ്യാസ് ഉണ്ട്. മണ്ണെണ്ണയ്ക്കകത്ത് കിടത്തിക്കുന്ന ഒരു ഗ്യാസ് ഉണ്ട്. അതിനകത്ത് വെച്ച് കാച്ചിട്ട് അയാൾ കുടിക്കും. എനിക്ക് ഇച്ചിരി തന്ന്. പക്ഷെ അത് ഇങ്ങനെ മധുരത്തിന്റെ എന്തോ സ്മെല്ല് ഭയങ്കര. നമ്മൾ ആദ്യമായിട്ടല്ലേ, ഭയങ്കര സ്മെല്ല്, കുടിക്കാൻ തോന്നുന്നില്ല. പിന്നെ അവനെ കാണാതെ തുടങ്ങി ഞാൻ കളഞ്ഞു. പിന്നെ അങ്ങനെ കുറെ ദിവസം ഇങ്ങനെ ഉച്ചക്ക് രണ്ടാമത്തെ ദിവസം ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. പിന്നെ കുബൂസ് വന്നു. കുബൂസ് കഴിക്കാൻ പറ്റുമായിരുന്നോ? അത് എങ്ങനെ കഴിക്കാന്? പച്ചവെള്ളത്തിൽ മുക്കി എങ്ങനെ കഴിക്കാന്? അത് ഇച്ചിരി എങ്ങനെ കഴിക്കാനാണ്? നമ്മളിവിടെ പെട്ട് കിടക്കുമല്ലേ. പിന്നെ നാട്ടിലെ കാര്യമെല്ലാം ഇതായിപ്പോയി. ഈ 2-ാം ദിവസം ആയപ്പോ നജീവിന് മനസ്സിലായോ നമ്മളെ എന്ത് ജോലിക്കാണ് കൊണ്ടുവന്നത്? ഈ അറബി കൊണ്ടുവന്നത് ഇതിന് തന്നെ, ആടിനെ മേയ്ക്കാൻ തന്നെ. ആടിനെ മേയ്ക്കുക, ഒട്ടകത്തെ മേയ്ക്കുക. അതിനെ കൊണ്ട് ഒട്ടകത്തിന് നമ്മളൊന്നും ചെയ്യണ്ട. അതിന് രാവിലെ അത് പിന്നെ തീറ്റിയിട്ട് കൊടുക്കുക. അത് ഗോതമ്പ് ഉപ്പും വെള്ളവും കൊടുക്കുക. അത് കഴിച്ചുകൊണ്ട് അത് വരികയായിട്ട് അതങ്ങ് പോയിക്കോളൂ. പിറ്റേ അതിന്റെ തിന്നുന്ന സമയത്തേ അത് വരുത്തുള്ളൂ. വൈകിട്ട് വന്നിട്ട് അതുപോലെ വൈകിട്ട് കൊടുത്താൽ മതി. അല്ലാതെ ആടിനെ കൊടുക്കുന്നതാണ് പാട്. ആടെല്ലാം കൂടെ 10-700 ആടുണ്ട്. 700 ആടുണ്ട്. ഈ 700 ആടിനെ അടിച്ച് നമ്മൾ എവിടെ കൊണ്ടുപോകണം? 100-150-200 വെച്ച് ഓരോ കൂട്ടിനകത്ത് ഇങ്ങനെ ഇട്ടിരിക്കുവാണ്. അത് കൊണ്ടുപോകാനെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരമൊക്കെ ഇങ്ങനെ കൊണ്ട് നടത്തിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. അല്ല പോച്ചയൊന്നും തിന്നാൻ അവിടെ ഒന്നും ഇല്ല, വെറും മരുഭൂമിയാണ്. പിന്നെ അതിനെ നടത്തിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ കൊണ്ടുവന്ന് കയറ്റും. പിന്നെ എന്നിട്ട് അടുത്ത ട്രിപ്പിനെ കൊണ്ടുപോകും. അങ്ങനെ നടത്തിക്കുന്ന ജോലിയേ ഉള്ളൂ.
അല്ലാതെ പോച്ചൊന്നും തിന്നാനൊന്നും ഇല്ല. അവിടെ പച്ചപ്പുല്ലിന് സ്കോപ്പില്ലല്ലോ. ഇല്ലില്ല. അപ്പൊ നടത്തിക്കുക എന്നുള്ളതാണ് മെയിൻ പണി. മെയിൻ പണി അത് സാധാരണ രാവിലെ ഇത് കൊണ്ടുപോകേണ്ടി വരുമോ ഈ ആടിനെ? ഇല്ലില്ല, രാവിലെ നടത്തിക്കാൻ? കൊണ്ടുപോകത്തില്ല, കുറച്ച് കഴിഞ്ഞേ കൊണ്ടുപോകത്തുള്ളൂ. വെള്ളം എല്ലാം കൊടുത്ത് എല്ലാം ഇതൊക്കെ ഈ ആക്കിയിട്ട് വെള്ളം എവിടുന്ന് വരും? വെള്ളം ഉപ്പുള്ള ഇതിന് ടാങ്കിനകത്ത് ഇങ്ങനെ അടിച്ചിട്ടേ പോണ്ട് ഇതിന് ഇത് വെച്ചോട്ട്. നമ്മുടെ ഇവിടെയൊക്കെ പശുക്കൊക്കെ അതൊന്നും നമുക്ക് കുടിക്കാൻ പറ്റില്ലല്ലോ. കുടിക്കാൻ പറ്റത്തില്ല. അതിനകത്ത് നിന്ന് പല്ല് തേക്കുന്ന കുളിക്ക് ചിലപ്പോഴൊക്കെ കുളി ഈ രണ്ടെണ്ണം കുളിച്ചതെല്ലാം അതിൽ നിന്ന് ആ വെള്ളത്തിൽ നിന്നാ? ഉപ്പാ. അപ്പൊ എന്നിട്ട് ഈ നമ്മൾ ഈ പകല് പുറന്നതിന് ശേഷം ഈ ആടിനെയും കൊണ്ട് പോയാലേ എപ്പോഴാ മടങ്ങി വരാൻ പറ്റുക? ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് മടങ്ങി വരും. എന്നിട്ട് അടുത്ത ബാച്ചിനെ കൊണ്ടുപോകും. മടങ്ങി 2 മണിക്കൂറൊക്കെ പിന്നെ വിട്ടുപോയി. മണിക്കൂറൊന്നും അവിടെ മനസ്സിലാവത്തില്ല. ഇല്ല, പിന്നെ അങ്ങോട്ട് നോക്കിയാൽ ഒന്നും കാണത്തില്ലല്ലോ. ഒന്നും കാണത്തില്ല. അങ്ങോട്ട് നോക്കിയാലും എവിടെ നോക്കിയാലും മാനം വിട്ട് കിടക്കുന്ന പോലെ തോന്നുവാണ്. ഈ മരുഭൂമി അവസാനിക്കുന്ന എവിടെയാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല. ഇതിങ്ങനെ കിടക്കില്ലേ അല്ലേ? ഓക്കെ. അപ്പം മാത്രമല്ല അവിടെ നിന്ന് 2-ാം ദിവസം മാത്രമല്ല നാട്ടില് ഭാര്യ ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കുമല്ലോ. അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് പിന്നെ വിളിച്ചിട്ടില്ല, ഒന്നുമില്ല. താങ്കൾ എന്താ ആലോചിച്ചു? വീട്ടിൽ എങ്ങനെ ഇറങ്ങിക്കും അതിനെ കുറിച്ചൊക്കെ ആലോചിച്ചു കാണുമല്ലോ. പിന്നെ അതിന്റെ ചിന്ത മാത്രമേ ഉള്ളൂ. പിന്നെ കരച്ചില്ല. ഞാൻ വരുമ്പോ ഭാര്യ. അപ്പൊ താങ്കൾ എന്താ പ്രതീക്ഷ? അവിടെ ചെന്നിട്ട് കഴിഞ്ഞാൽ അവിടെ അദ്ദേഹം ഫോൺ ചെയ്യും അല്ലേ? നല്ല ജോലി കയറും, നമ്മൾ 5-6 നില കെട്ടിടം വയ്ക്കും അല്ലേ? അങ്ങനെയൊക്കെ അല്ലേ സാറിന് അന്നത്തെ ഒരു ചിന്ത അല്ലേ? അന്ന് ഫോണൊന്നും ഇല്ലല്ലോ, ഫോണില്ലാത്ത സമയമില്ലേ. നിങ്ങള് എന്താ ചെയ്തത് ശരിക്കും? പുള്ളി പോയിട്ട് ഒരു വിവരവും ഇല്ല. നമ്മൾ 1 മാസം ആകുമ്പം കത്ത് വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുമായിരുന്നു. 1 മാസം കഴിഞ്ഞിട്ട് ഒരു വിവരവും അറിയാതെ വന്നപ്പം ടെൻഷനായി. എന്താ സംഭവം എന്ന് അറിയാതായി. വിളിച്ചു പറയാനുള്ള ഫോണോ സംവിധാനമോ ഒന്നും അന്നില്ലല്ലോ. പിന്നെ കത്തിലൂടെ വിവരങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ കത്തും വരുന്നില്ല. അപ്പം വിഷമമായി. എവിടെങ്കിലും കുടുങ്ങിപ്പോയാൽ എന്താ സംഭവിച്ചതെന്നൊന്നും അറിയാതെ ഭയങ്കര വിഷമവും കരച്ചിലും ഇതൊക്കെ ആയിരുന്നു. പിന്നെ ഈ കരച്ചിലൊന്നും പുള്ളി അറിഞ്ഞിട്ടില്ലല്ലോ. ഒന്നും അറിഞ്ഞിട്ടില്ല. എത്ര വർഷം കഴിഞ്ഞാ ഈ കരച്ചിലൊക്കെ പുള്ളി അറിഞ്ഞേ? തിരിച്ചു വന്നു കഴിഞ്ഞാൽ 2 വർഷം 2.5 വർഷം ആകാൻ പോകുന്നു വരുമ്പം. എപ്പോഴും അറിയുന്നു. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്യാം. ഇപ്പൊ നജീബിനെ അന്വേഷിച്ച് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടാവും. ഇന്ന് തന്നെ ഒരു 10-40 കോളേജ് ഇപ്പൊ അതിനകത്തുണ്ട്. ഈ ഫോണിനകത്ത് ആൾക്കാർ എന്തിനാ വിളിക്കുന്നത്? ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി. ആണോ? അപ്പൊ ഈ 28-ാം തീയതി ഈ ആടുജീവിതത്തിൽ പറയുന്ന നായകൻ നജീബാണ്. ഈ നജീബ് ആറാട്ടുപുഴയിലെ ഈ നജീബാണ് എന്ന് ആളുകൾക്ക് മനസ്സിലായതെന്ന് ആദ്യമായിട്ട് അത് എന്നാ പുറത്തു വന്നത് താങ്കൾ? ഞാനിപ്പോ ഇവിടെ അങ്കമാലിലെ ഈ പരിപാടിക്ക് പോയായിരുന്നു. ഏത് നമ്മുടെ ആടുജീവിതത്തിന്റെ ഓഡിയോ ലോഞ്ച്? അന്ന് മുതല് അന്നാണ് ആൾക്കാർ കണ്ടതല്ലേ? അന്നാണ് ഈ ആൾക്കാരെല്ലാം. റഹ്മാനൊക്കെ വന്നിരുന്നു. റഹ്മാനെ കണ്ടോ? കണ്ട് സംസാരിച്ചോ? കൈയൊക്കെ തന്നു. എന്താ അദ്ദേഹം പറഞ്ഞേ? അത് ഇംഗ്ലീഷിലാണ്. ഓക്കെ മനസ്സിലായി. അന്ന് ബ്ലസ്സിയൊക്കെ കണ്ട് സംസാരിച്ചു അല്ലേ? ബ്ലസ്സി പൃഥ്വിരാജ് കെട്ടിപ്പിടിച്ച് നിങ്ങൾ കാരണമാണ് ഞാൻ ഇത്രയൊക്കെ അഭിനയിച്ചെന്ന് പറഞ്ഞു. ഓക്കെ. അതിന്റെ ഏതെങ്കിലും ഭാഗമെല്ലാം കണ്ടോ ഈ സിനിമ? കണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയാ സംഭവം. കാസർഗോഡ് ഞാൻ അവിടെ കണ്ടത് ഞാൻ അവിടെ അനുഭവിച്ച അതേ ഒരു ഫീലാണ് ആദ്യമായിട്ട് ഇങ്ങനെ കണ്ട് കാണിച്ചത്. ആണോ? അതെ. പൃഥ്വിരാജ് എന്തോ പറഞ്ഞപ്പോ? പൃഥ്വിരാജ് എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ ഈ സിനിമ കൊണ്ട് താങ്കളും രക്ഷപ്പെടുമെന്ന് എനിക്ക് എന്റെ മനസ്സങ്ങനെ പറയുന്നു. രക്ഷപ്പെടണം. ഇപ്പൊ താങ്കളുടെ സാഹചര്യമൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ എന്തോ അവസ്ഥ, യഥാർത്ഥ അവസ്ഥ വീട്ടിലെ? നമ്മളിപ്പോഴും കൂലിപ്പണി ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോഴേ നമ്മുടെ പറഞ്ഞാറ് തന്നെ നമ്മുടെ കൂട്ടുകാർ പിള്ളേർ പൊങ്ങുണ്ട്. തെർമോക്കോളിന്റെ പൊങ്ങിനകത്ത് ഒരാള് പടിഞ്ഞാട്ട് പോയി മീനെ പിടിച്ചോണ്ട് വരുന്നതാ. അപ്പൊ നമ്മളത് കര നിന്നിങ്ങനെ അഴിച്ചു കൊടുക്കുന്ന ജോലിയാണ് ഞങ്ങള്. അതുകൊണ്ട് എത്ര പൈസ കിട്ടും ഒരു ദിവസം? ചിലപ്പോ ഇന്നിപ്പോ ഞാൻ രാവിലെ അതിന് പോയിട്ട് വന്ന 300 രൂപ വെച്ച് കിട്ടി. 300 രൂപ മതിയോ ജീവിക്കാൻ? ചിലപ്പോ 500 കിട്ടും, 1000 കിട്ടും, 2000 കിട്ടും. അതിനൊരു പറയാൻ പറ്റത്തില്ല. ഫിക്സ്ഡ് ഇതില്ല. സ്വന്തമായിട്ട് വീടുണ്ടോ? സ്വന്തമായിട്ട് ഒരു 5 സെന്റ് സ്ഥലം ഒരു വീടും ഉണ്ട്. അന്ന് 5 സെന്റ് വിറ്റിട്ടല്ലേ പോയത്? പിന്നെ അതങ്ങനെ വിട്ടിട്ട് പോയിട്ട് പിന്നെ 20 വർഷം വേറെ നിന്നിട്ടാണ് ഈ വീട് 5 സെന്റ് സ്ഥലം വീടും പിന്നെ പോയി. അതിലേക്ക് നമുക്ക് വരാം. നമുക്ക് ഇനി മത്സരത്തിലേക്ക് ഒന്ന് കയറണ്ടേ? നമുക്ക് ആശയൊക്കെ വേണമല്ലോ അത്യാവശ്യം അല്ലേ? ഓക്കെ. നമുക്ക് 10 ചോദ്യങ്ങൾ വഴി 1 കോടിയിൽ പോണോ? 20 ചോദ്യങ്ങൾ വഴി 1 കോടിയിൽ പോണോ? 20 ചോദ്യങ്ങൾ വഴി പോവാം. ഓക്കെ. ഇതാണ് കുട്ടേട്ടൻ. കുട്ടേട്ടൻ യന്ത്ര മനുഷ്യനാ. ഓക്കെ. നമസ്കാരം നജീബ്. താങ്കളെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ, പ്രത്യേകിച്ച് താങ്കളുടെ കുട്ടിക്കാലം എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് കുട്ടേട്ടൻ കണ്ടെത്തിയിട്ടുണ്ട്. അതെല്ലാം താങ്കളോട് വഴിയെ ചോദിക്കുന്നതായിരിക്കും. ഒരു കാര്യം ഓർക്കുന്നു, താങ്കൾ 5ാം ക്ലാസ്സിൽ വെച്ച് താങ്കൾക്ക് ഗംഭീര ഒരു പ്രണയമുണ്ടായിരുന്നു. അത് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നത് താങ്കളുടെ ഭാര്യയ്ക്ക് പോലും അതറിയില്ല എന്നാണ്. ശരിയല്ലേ? ശരിയായിരുന്നു. അത് 5ാം ക്ലാസ്സിൽ പഠിക്കും അല്ലേ? അതെ. അത് പിന്നെ എങ്ങനെ പോയി? പിന്നെ പ്രായമായതോറും അതങ്ങ് ബന്ധം വിട്ടുവിട്ടങ്ങ് പോയി. 5 വയസ്സ് മുതൽ സ്നേഹിച്ചു. അന്ന് സ്നേഹിച്ച കുട്ടിയെ പിന്നെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഈ കഥയൊക്കെ അറിയാമോ? എന്റെ അയലത്തുള്ള തന്നെ. ആണോ? അതെ. ഓ, അത് ശരി. ഭാര്യ ഇത് കേട്ടിട്ടില്ലല്ലോ? ഇല്ല. ഇന്ന് അറിഞ്ഞല്ലേ? അറിയായിരുന്നു. നേരത്തെ അറിയായിരുന്നു അല്ലേ? ഓക്കെ.
അതെന്തായാലും നന്നായി. നമ്മളായിട്ട് പുറത്ത് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. ഓക്കെ. ആ ഈ കുട്ടേട്ടൻ കുടുംബക്കലൊക്കെ ഇറങ്ങിയിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ നമുക്കിനി ആദ്യത്തെ ചോദ്യത്തിലേക്ക്. മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ്. ഇനി പറയുന്നതിൽ എന്തിന്റെ അഭാവമുള്ള വീടുകളിലാണ് ഇപ്പോഴും 3 മാസം കൂടുമ്പോൾ 6 ലിറ്റർ മണ്ണെണ്ണ റേഷനായി നൽകുന്നത്? ഓപ്ഷൻ എ കുടുംബനാഥൻ, ഓപ്ഷൻ ബി വൈദ്യുതി, ഓപ്ഷൻ സി ഗ്യാസ് സ്റ്റൗ, ഓപ്ഷൻ ഡി കിണർ. ഓപ്ഷൻ ബി വൈദ്യുതി. വൈദ്യുതി അതായിരിക്കുമോ? കറക്റ്റ് ആയിരിക്കുമോ? പൂട്ടിയേക്കട്ടോ ഞാൻ? കൂട്ടുകാരോ ഇനി ഒന്നും നോക്കാനില്ലല്ലോ. നോക്കാൻ. ഓപ്ഷൻ ബി വൈദ്യുതി. ഉത്തരം ശരിയാണ്. അപ്പൊ 10,000 രൂപ കിട്ടി. താങ്കൾ ഈ 150 ആടിനെ വീതം ബ്ലോക്കായിട്ട് കൊണ്ടു നടക്കുകയാണല്ലോ. അതെ. അപ്പൊ ഈ ജീവിതം അങ്ങനെ നീങ്ങുകയാണ്. അപ്പൊ രാത്രി കിടന്നാൽ ഉറക്കം വരത്തില്ല. ഉറക്കം വരത്തില്ല. നോക്കിയാൽ മേലോട്ട് നോക്കിയാൽ ആകാശം മാത്രമേ ഉള്ളൂ. പുറത്താണ് കിടന്നത്. ഫ്ലൈറ്റ് പോകുന്നതാണോ? ഫ്ലൈറ്റുകൾ പോകുന്നത് കാണാം അല്ലേ? അതെ, അത് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ ഈ ആരോടും സംസാരിക്കാനില്ലല്ലോ. ആടിന്റെ അടുത്ത് മാത്രം സംസാരിക്കും. ആടിന്റെ അടുത്ത് സംസാരിക്കും. എന്തോ ആടിനോട് സംസാരിക്കുക? അതാ ആദ്യമൊന്നും ഇല്ല, കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴ് പിന്നെ ആടിന്റെ കൂടെ താടിയൊക്കെ അവിടെ നമ്മളൊരു വീർത്തല്ലേ? നമ്മളെ മക്കളെ പോലെ നമ്മൾ ആടിനെ സ്നേഹിക്കാൻ തുടങ്ങി. പിന്നെ എന്റെ മക്കൾ അതൊക്കെ ആയി. ഈ ആടിന് താങ്കൾ ഈ മോഹൻലാലിന് മമ്മൂട്ടി എന്നൊക്കെ പേരിട്ട് തുടങ്ങിയോ? അങ്ങനെയൊന്നുമില്ല, എല്ലാ പേരും അങ്ങ് വിളിക്കും. നോവലിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. തോളി എരിഞ്ഞു കിടന്ന ഒരു ആടിനെ നിങ്ങൾ മോഹൻലാൽ എന്ന് വിളിച്ചെന്നും. ഒരു കുട്ടിയുടെ പേര് നബീൽ എന്ന് ഞാൻ വിളിക്കുമായിരുന്നു. നമുക്ക് അതാണ് ഈ നോവലിനകത്ത് നബീൽ എന്ന് എന്റെ മറ്റേ ഒരു പേര് അതിനകത്ത് ഇട്ടേക്കുന്നത്. ഓ അത് ശരി. അവന്റെ പേര് സബീർ എന്നാ, നോവലിനകത്ത് നബീൽ എന്നാണ്. അപ്പൊ ഈ ഇത് കഴിഞ്ഞപ്പോ ഈ ആട്ടിൻ പാലും ഒട്ടകത്തിന്റെ പാലും ഒക്കെ കറക്കാൻ ഒട്ടകത്തിന്റെ പാല് കറക്കിയിട്ടില്ല. അത് കുട്ടിക്ക് തന്നെ കുടിച്ചുകൊണ്ടങ്ങ് പോവാ. ഓക്കെ. ആടിന്റെ പാല് പിന്നെ അത് 2ാമത്തെ ദിവസം ഇവിടെ പിടിച്ച് ഞെക്കിയിട്ട് പിന്നെ ചിരിച്ചേ വരുന്നുണ്ട്. അന്നേരം പോകുന്ന തലയ്ക്ക് തട്ടി. മറ്റേ ആള്. അങ്ങനെ പിന്നെ അന്നത്തെ ദിവസം കിട്ടിയില്ല. പിന്നെ 3ാമത്തെ ദിവസം അത് പേടിച്ച് നല്ലപോലെ ദൈവത്തിനങ്ങളെ എല്ലാം വിളിച്ച് ഞെക്കി. വന്നു പാല് വരുന്നു. അത് ഒരു തുടക്കമായിരുന്നു. അത് തുടക്കമായി പിന്നെ അതങ്ങ് പഠിച്ച്. ഈ നമ്മുടെ അവിടുത്തെ ഈ 2.5 കൊല്ലത്തിന്റെ ജീവിതത്തിനിടയിൽ എപ്പോഴെങ്കിലും മറ്റേ ആൾ സംസാരിച്ചിട്ടുണ്ടോ ഈ കൊണ്ടുപോയ അറബി? പിന്നെ ഇതിനെ പിടിക്കാനൊക്കെ പറയത്തില്ലേ? അപ്പൊ ഈ അറബി നമുക്ക് മനസ്സിലാക്കി തുടങ്ങിയോ? ചെറുതായിട്ടൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. നമ്മുടെ മലയാളം ഞാനൊന്നും അങ്ങോട്ട് പറയുന്നില്ലല്ലോ. ഇല്ല. നമ്മള് കരച്ചിലും ഒക്കെ തന്നെ. എനിക്ക് കരച്ചില് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ കുറച്ച് കഴിയുമ്പോ ഈ ജീവിതത്തോട് നിങ്ങൾ പൊരുത്തപ്പെട്ടു തുടങ്ങുമല്ലോ. കാര്യം ഈ ആടും ഈ ഒട്ടകവും ഈ അവിടുത്തെ ഉറക്കവും അവിടുത്തെ രാത്രിയും ഈ മണലാരണ്യവും കാടും മണൽക്കാടും ഒക്കെ ആയിട്ട് കഴിയുമല്ലോ. പൊരുത്തപ്പെട്ട് തുടങ്ങി അവിടുത്തെ ജീവിതമായിട്ട് അങ്ങ് ഇഴുകിച്ചേർന്നു. അപ്പൊ ഇത് എത്ര ദിവസം എടുത്തു അതിന് ആ ഒരു ഇതിലേക്ക് മാറാൻ അതിനകത്ത് 2-3 മാസം കൊണ്ട് എടുത്തു കാണും. 3 മാസം എടുത്തു കാണും. അപ്പോഴൊക്കെ വീട്ടിലേക്ക് എത്താൻ ഒരു വഴിയില്ല. കത്തയക്കാനോ ഒരാളെയും കാണുന്നില്ലല്ലോ. 3 മാസം കഴിഞ്ഞപ്പോഴ് ഒരു പാകിസ്ഥാനി ഇതും കൊണ്ട് വന്നു, പോച്ചയായിട്ട് വന്നു. അപ്പോഴീ അറബി ഈ ഒട്ടകത്തിന് കൊടുക്കാൻ ആടിന് കൊടുക്കാനും ഒട്ടകത്തിന് എല്ലാം കൊടുക്കുന്ന പുല്ല്. അവര് ഞാനിവിടെ നിൽക്കുന്ന കണ്ടുകൊണ്ട് ഈ അറബിന്റെ അടുത്ത് പറഞ്ഞ് അങ്ങോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. ഇതും കൊണ്ട് ഇയാളെ കണ്ടപ്പോ അപ്പോഴയാളത് ഞാനിന്നലെ ഒരു കത്ത് ഇങ്ങനെ പൊക്കി കാണിച്ചു ഈ പാകിസ്ഥാനി എടുത്ത്. അപ്പൊ ഇവൻ എന്നെ അങ്ങോട്ട് അടുപ്പിച്ചില്ല ഈ അറബി. അങ്ങനെ ഞാൻ അയാൾ അവിടെ നിന്നോണ്ട് കൈകൊണ്ട് കാണിച്ച് അവിടെ കൊണ്ട് ഇട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയ വഴി അവിടെ കൊണ്ടിട്ട് അയാൾ അന്നേരം അത് നല്ലൊരു മനുഷ്യനായിരുന്നു, അത് എടുത്തോണ്ട് പോയി. അങ്ങനെ ഒരു കത്താണ് 3 മാസം കഴിഞ്ഞ് അവിടെ കിട്ടുന്നത്. അതിനകത്ത് സ്റ്റാമ്പ് ഒട്ടിക്കണ്ടായിരുന്നു. അപ്പോ അയാൾ ഒട്ടിച്ചു വിട്ടു. അഡ്രസ് എഴുതിയിരുന്നു നമ്മുടെ നാട്ടിലെ അഡ്രസ് ഉണ്ട്, അതേ ഉള്ളു. നാട്ടിലെ അഡ്രസ്സൊക്കെ ആയിട്ടല്ലേ നമ്മള് വന്നത്. പേനായും അതാ വന്നത്. അന്ന് ഗൾഫിൽ പോകുന്നവരെല്ലാം അതൊക്കെ ആയിട്ടാ വരുന്നത്. കത്ത് അവിടെ കിട്ടിയോ നമുക്ക് അറിയത്തില്ലല്ലോ. പിന്നെ ഒരു വിവരമില്ല. കത്ത് അവിടെ കിട്ടിയിരുന്നു. ആ കത്ത് കിട്ടിയിരുന്നോ? ആ കത്ത് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നെ കാണിച്ചില്ല. അത് ഇല്ല. അടുത്താ കിട്ടിയത്? അപ്പോ ഹസ്ബൻഡിന്റെ വീട്ടിലാ വന്നത്, എന്നെ അങ്ങ് എന്റെ വീട്ടിൽ അറിയിച്ചില്ല. എനിക്കൊന്ന് താങ്കൾ ഗർഭിണിയാണ്ടായിരിക്കും അറിയിക്കാൻ. അപ്പൊ അതിനകത്ത് എല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങൾ അറിഞ്ഞിരുന്നോ കത്ത് വന്നെന്നുള്ളത്? കത്ത് വന്ന് അളിയൻ പോയതിനു ശേഷം അളിയൻ എവിടെ പോയെന്നുള്ള യാതൊരു വിവരവും ഇല്ല. ഞാനന്ന് ബഹറിലൊന്ന് വന്ന സമയമാണ്. അപ്പൊ എന്നെ കൊണ്ട് കഴിയാൻ രീതിയിലൊക്കെ നമ്മള് സൗദിയിലുള്ളവർക്ക് കത്തെഴുതി, അന്ന് കത്തെഴുതാനേ മാത്രമേ പറ്റത്തുള്ളൂ, ഫോണൊന്നുമില്ല. അങ്ങനെ ഒരു ഇല്ല. പല രീതിയിൽ നമ്മൾ സംഘടനകളായിട്ടാണ് ഇതുപോലെ ആക്റ്റീവ് അല്ല. പല രീതിയിൽ നോക്കുന്നുണ്ട്, ഒരു രക്ഷയില്ല. അപ്പോൾ ആള് ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ മരിച്ചു പോയെന്നൊക്കെയുള്ള ആ ഒരു സങ്കടത്തിൽ ഇവള് ഗർഭിണി, വീട്ടിൽ എല്ലാവരും വലിയ ദുഃഖത്തിലാണ്. അപ്പോൾ നമുക്ക് കഴിയാവുന്ന രീതിയിലൊക്കെ നമ്മൾ അന്വേഷിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഈ കത്ത് കിട്ടിയപ്പോഴാണ് എല്ലാവർക്കും സമാധാനം, ആൾ ജീവിച്ചിരിപ്പുണ്ട്. അതിനകത്ത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരും അത് പൊട്ടിക്കറിയായി. കത്തിലുള്ള അങ്ങയുടെ ഓർമ്മയിൽ കാരണം ഇതുപോലെ പെട്ടുപോയെന്നും എന്നെ എവിടാന്ന് അളിയൻ എന്നെ അറിയത്തില്ല. ഇത് ഏത് സ്ഥലമാണെന്നോ സൗദിയിൽ എവിടാന്നുള്ളതെന്ന് അറിയണ്ടേ. എനിക്ക് സ്ഥലമാണെന്ന് അറിയത്തില്ല. ഇവിടെ ആകെ മരുഭൂമിയാണ്, ഇവിടെ ടെൻ്റുണ്ട്, അറബി
എങ്ങും വിടാൻ സമ്മതിക്കത്തില്ല. അറബിയുടെ കയ്യിൽ തോക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയത്തില്ല ഇവിടെ രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള അറിയത്തില്ല. അതുകൂടെ കഴിയുമ്പോൾ നമ്മൾ ആകെ തകർന്നു പോയി. പിന്നെ അടുത്ത കത്ത് എപ്പോഴാ വന്നേ? പിന്നെ വന്നിട്ടില്ല. പിന്നെ വന്നിട്ടില്ലല്ലേ? ഓ, പിന്നെ കത്തയക്കാൻ പറ്റിയിട്ടില്ല താങ്കൾക്ക്. ഓക്കെ, താങ്കൾ ശ്രമം നടത്തിയായിരുന്നോ? ശ്രമം നടത്തി ഒരുപാട് പ്രാവശ്യം ഞാൻ കൊടുത്തിട്ട് കത്ത് വലിച്ചേറി കളഞ്ഞു. ആഹാ. അപ്പൊ ഈ നമ്മുടെ ഈ ആകാരമൊക്കെ എങ്ങനെയായിരുന്നു? ആകാരം മീൻസ് നമ്മുടെ രൂപം അങ്ങ് പോയി, അസ്ഥികൂടം പോലെ ആയി. അസ്ഥികൂടം പോലെ. പിന്നെ കുറച്ച് പൂശാന്ത, അന്ന് വലിയ മിസ്യം തടിയൊന്നും ഇല്ലാതൊക്കെ നാട്ടിലോട്ട് വന്ന് ചെന്നതേ. പിന്നെ അതൊക്കെ അങ്ങ് വളർന്ന് എല്ലാ ഒരുമാതിരി പേടിപ്പിക്കുന്ന രൂപമായി അല്ലേ? അപ്പൊ ഏകദേശം ഈ നമ്മള് ആദ്യം വന്നപ്പോ കണ്ട ഒരാളുണ്ടല്ലോ, നമ്മുടെ കട്ടിലടുത്ത് കിടന്ന ആള്, അതേപോലെ രൂപമായോ? രൂപമായി വരുവാ. അപ്പൊ ഏകദേശം നമ്മളിങ്ങനെ തലമുറ കൈമാറുന്ന പോലെ തലമുറ കൈമാറുന്ന പോലെ വരുവാണ്. ഓക്കെ. ഒരുപക്ഷെ ഈ മരുഭൂമിയിലെ ഒന്നും കാണാതെ മുകളിലൂടെ പറക്കുന്ന വിമാനങ്ങൾ മാത്രം കണ്ട് കഴിയുന്ന ഒരു ജീവിതം. അപ്പോൾ അതിനകത്ത് നമുക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, ഉബ്ബോസ് കിട്ടുന്നെങ്കിൽ കിട്ടി. ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിലൂടെ താങ്കൾ മുന്നോട്ട് പോയപ്പോഴേ താങ്കൾ എന്തെങ്കിലും ഒരിക്കൽ നാട്ടിൽ തിരിച്ചു വരാൻ പറ്റുന്ന ആലോചിച്ചിട്ടുണ്ട്? ഒരിക്കലും ആലോചിച്ചിട്ടില്ല. ഇല്ല. വേറെ ആരും വരാനില്ല. എന്നിട്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നല്ലോ, അത് പ്രസവിച്ചില്ലേ, കുഞ്ഞെ കാണാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ചിന്ത മനസ്സിലുണ്ട്. ഈ ആടിന്റെ പാലൊക്കെ പിന്നീട് കുടിച്ചു തുടങ്ങിയല്ലോ? കുടിച്ചു തുടങ്ങി. ഒട്ടകത്തിന്റെ പാലോ? കുടിച്ചിട്ടില്ല. ഇല്ല. ആടിന്റെ ദുർഗന്ധവും അങ്ങനെയുള്ള സാധനമൊക്കെ? ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നിട്ടുണ്ട്. ഇറച്ചി കഴിച്ചിട്ടുണ്ട്. അത് ജയിലിൽ വെച്ചാ കഴിച്ചത്. ഓ, അത് ശരി. ഓക്കെ. അന്ന് അവിടെ വെച്ചൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഈ അറബി എന്തോ ഭക്ഷണം കഴിക്കുന്നത്? അയാള് കുബൂസും അയക്കെന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാണുമായിരിക്കുമല്ലോ. ക്രീമിന്റെ സാധനങ്ങൾ അയാൾക്ക് ചില ദിവസം അയാൾ ഭക്ഷണം പോകുന്ന അയാൾ പുറത്ത് പോകുമ്പോൾ മറ്റേ ആൾ ഇവിടെ വന്നിരിക്കുമല്ലേ, അങ്ങനെ അയാളെ സാധനങ്ങൾ അയാളുടെ ജ്യേഷ്ഠൻ, അയാളാണ് ഇതിനെല്ലാം മാർക്കറ്റിൽ കൊണ്ടുപോകണം വിൽക്കാനായിട്ട്. ഓ, ശരി. അപ്പൊ രണ്ടുപേരുണ്ട്. രണ്ട് ചേട്ടനും അനിയനും. അയാൾ അയാൾ കല്യാണം കഴിച്ച നല്ല മനുഷ്യനാണ്. അയാളോട് സംസാരിക്കാൻ പറ്റിയായിരുന്നു? സംസാരിക്കാൻ ഞാൻ പിന്നെ ശമ്പളത്തിന്റെ കാര്യത്തെ ഇങ്ങനെ പറ്റി പറഞ്ഞു പോയി, കൈക്കറിയൊക്കെ കാണിച്ചിട്ടൊന്നും തരാൻ ഇങ്ങനെയൊക്കെ കാണിക്കുവാണ്. അല്ല, വേറൊന്നും പറയുന്നില്ല. ഇയാളെ തോക്കൊക്കെ ഉണ്ടായിരുന്നോ? കത്തിലെഴുതിയ പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ശമ്പളം ഒന്നും ഞാനിപ്പോ ഇതിനെ കൊണ്ട് പോകുമ്പോഴ് ബൈനോക്കുലറുണ്ട്, വെച്ചിങ്ങനെ നോക്കൂ. നോക്കിയിട്ട് ദൂരെ അവിടെ നിൽക്കുന്നത്, അവിടെ ഒരുപാട് ദൂരെ പോകാനോ ഒന്നും നോക്കത്തില്ല, ഇന്ന സ്ഥലം വരെ പോകാൻ പറ്റത്തോളെന്നാ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഇച്ചിരി താമസിച്ചു കഴിഞ്ഞാൽ അവൻ ഉടനെ ജീപ്പ് ഓടിച്ചാൽ അത് വഴി വരും. മരുഭൂമി കൂടെ പോകുന്ന ജീപ്പ് നമ്മൾ രക്ഷോട്ട് പോകാൻ പറ്റത്തില്ല താമസിച്ചാലല്ലേ? ഇത്ര സമയം കഴിഞ്ഞാൽ. അപ്പൊ അവന്റെ ജീവിതം ഒരു ജീവിതമായിരിക്കുമല്ലോ അത്. എന്നെ പോലെ തന്നെയുള്ള ജീവിതം. അവന് പിന്നെ എന്തെങ്കിലുമൊക്കെ ഫുഡ് മാത്രമേ ഉള്ളൂ. പിന്നെ കുളി അവർക്കും ഇല്ല. അയാളൊറ്റ കുളിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇല്ല. പുള്ളിക്കൊന്നും വിഷയമല്ല. അതൊരു വിഷയമല്ല. പുള്ളി ഒരു ടെന്റ് കെട്ട് മറച്ചിട്ടിരിക്കുന്നതിന് അത്തിരിക്കുവാണ്. ഈ അർബാബിന്റെ മുമ്പിൽ താങ്കളെ ശരിക്കും ഒരു അടിമയായിട്ട് തന്നെയാണോ അയാൾ കണ്ടിരുന്നത്? അതെ, ഒരു അടിമ ജീവിതം തന്നെയാണ്. അടിമ ജീവിതം തന്നെ ആയിരുന്നു. ഒരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല. ഇപ്പൊ എന്നെ അവിടെ വെച്ച് കൊന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ അറിയത്തില്ല. കാരണം എന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ആർക്കും അറിയില്ല. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയതായിട്ട് മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒരു ഇതും ഇല്ലല്ലോ. അതുപോലെ ഈ ആടുകളെ കെട്ടിപ്പിടിച്ച് താങ്കൾ കരയും ആയിരുന്നു എന്നൊക്കെ ഈ നോവലിൽ പറയുന്നുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാണ്? സത്യമാണ്. കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഈ വിഷമം വരുമ്പോ ഏത് സാഹചര്യത്തിലാണ് ഈ ആടുകളെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നത്? നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മളെല്ലാം ഒറ്റപ്പെട്ടു പോയില്ല. അപ്പൊ ആ സാഹചര്യമൊക്കെ വന്നപ്പോഴാണ്. അല്ല, വേറൊരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഈ ആടുകളെയും കൊണ്ട് താങ്കൾ ഇങ്ങനെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നതിനിടയിൽ ചില ആടുകൾ പ്രസവിക്കും. അപ്പൊ ഈ പ്രസവിക്കുന്ന കുഞ്ഞിനെയും കൂടെ തോളിലെടുത്തുകൊണ്ടാണ് താങ്കൾ നടക്കുന്നത്. ഒരു ദിവസം അതെ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഈ ഗർഭിണിയായ ഒരു ആടിനെ കണ്ടപ്പോഴേ താങ്കൾ വേറെ ഇത് ചിന്തിച്ചു എന്നൊക്കെ ഈ നോവൽ പരാമർശമുണ്ടല്ലോ. ശരി, എന്തായിരുന്നു അത്? അതിന്റെ പേരാണ് നബീല്. ആടിന്റെ ഒരു ആൺകുട്ടിയായിരുന്നു. അതിന്റെ ഒരു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എനിക്ക് ജനിച്ചതെന്നൊന്നും അറിയില്ലല്ലോ. ഞാൻ ഈ കുട്ടിയെ എന്റെ മോനെ പോലെ ഞാനങ്ങ് നല്ലപോലെ സ്നേഹിച്ച് നബീലെന്ന് വിളിക്കാനും തുടങ്ങി. നാട്ടിലെന്തോ മോന് പേരിട്ടത്? സഫീർ എന്നായിരുന്നു. താങ്കളെ പേരിട്ടത് നബീൽ എന്ന് പേരിട്ടു അല്ലേ? ആ നബീലെ അങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങി അല്ലേ? അയാളിൽ മകനെ കണ്ടു. അപ്പൊ നമ്മുടെ ബന്ധുക്കളെല്ലാം ആടായി മാറി. എന്റെ ബന്ധുക്കളെല്ലാം ആട് പല പല സൈസ് പേര് വിളിക്കും. പിന്നെ മണി, പിന്നെ അവിടെ ഈ താങ്കൾ കിടക്കുന്ന ഈ സ്ഥലത്ത് പുറത്ത് കട്ടിലാണോ കിടക്കുന്നത്? ചെറിയ കട്ടിൽ. ഈ കട്ടിലെന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും എന്റെ രൂപം? കയറ് കട്ടിലാണോ അതോ? അല്ലല്ല, എന്റെ തടിയുടെ ഒരു കട്ടിലാണ്. പല കഴിച്ചേ. അല്ല, ഈ മണലാരണ്യത്തിൽ പാമ്പ് വലിയ പാമ്പല്ലേ അത്? വലിയ വിഷമുള്ള പാമ്പല്ലേ? വിഷമുള്ള പാമ്പാണ്. പാമ്പ് ചേർന്നാണെങ്കിലും ഭയങ്കര വിഷമാണ്. അല്ല, ആ പാമ്പിന്റെ ശല്യം ഉണ്ടാകത്തില്ലേ പുറത്ത് കിടന്നാൽ? അല്ല, അത് പിന്നെ നമ്മള് ഒരുപാട് പല പ്രാവശ്യം പല ആടിനെയും ഇത് കടിച്ചു കൊന്നിട്ടുണ്ട്. അപ്പോഴ് ഈ പാമ്പ് കടിച്ച ആട് മരിക്കും, അപ്പം മരിക്കും. അങ്ങനെ ഈ ജീപ്പ് കൊണ്ടുവന്ന് ഇവന്റെ വണ്ടി കൊണ്ടുവന്നിട്ട് അതിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഓടിച്ച് നടക്കുക. അന്നേരം ഞാനൊരു പടിയും കൊണ്ട് എൻ്റെ അടുത്ത് ഒരു പടി തന്നിട്ടുണ്ട്. അത്
കാണുവാണെങ്കിൽ അടിക്കണമെന്നും പറയുന്നത്. പാമ്പിനെ അടിച്ചു കൊല്ലണം. ഞാൻ 2-3 എണ്ണത്തിനെയൊക്കെ കൊന്നിട്ടുണ്ട്. വലിയ പാമ്പാണോ അത്? വലിയ അത്ര വലിപ്പമില്ല, പക്ഷെ ഭയങ്കര വിഷമുള്ള പാമ്പാണ്. അല്ല, താങ്കൾ ഈ അവസാനം ജീവിതം പൊറുതി മുട്ടി കഴിഞ്ഞപ്പോഴേ ഏതെങ്കിലും പാമ്പ് കടിച്ച് മരിച്ചോട്ടെന്ന് വെച്ച് പുറത്തിറങ്ങി ഇങ്ങനെ കടന്ന് ദിവസങ്ങളോളം കിടന്നിട്ടുണ്ട്? ഒരുപാട് ദിവസം ഞാൻ കടന്ന്. കാരണം നമ്മളുടെ ജീവിതം മൊത്തം പോയി. എനിക്ക് ആരുമായിട്ട് സംസാരിക്കാനും പറ്റുന്നില്ല. വീട്ടിലെ കാര്യം ഓർത്താണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഞാൻ വരുമ്പോൾ എൻ്റെ വാപ്പാക്ക് ഹാർട്ടിന്റെ അസുഖക്കാരനായിരുന്നു. അപ്പൊ ഈ വിഷമം കൂടെ കയറിയപ്പോൾ എന്നും ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. ഈ മിക്കപ്പോഴും ഹോസ്പിറ്റലില്ല. ആപ്പാടെ കാര്യം ഓർത്ത് എൻ്റെ ഭാര്യ ഇത് ഗർഭിണിയായിട്ടിരിക്കുമല്ലോ, പ്രസവിച്ചോ ഇല്ലയോ എന്നുള്ള ചിന്തയും നാടും വീടും എല്ലാം വിട്ട് നമ്മുടെ നാട്ടുകാരൊക്കെ പല രീതിയിൽ നല്ല രീതിയിലൊക്കെ ഗൾഫിൽ നാട്ടിൽ വന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ ഒന്നും എനിക്ക് പറ്റത്തില്ല എന്നുള്ളൊക്കെ ഒരു ചിന്ത അങ്ങ് മനസ്സിൽ എപ്പോഴും അത് തന്നെ ഉള്ളു. കരച്ചിലേ ഉള്ളു എന്നിട്ടും. അപ്പൊ അവസാനം ഈ രാത്രിയിലൊക്കെ പുറത്തിറങ്ങി കിടക്കും പാമ്പ് കടിക്കട്ടെന്ന് കട്ടിലിറങ്ങി താഴെ ഒരുപാട് കട്ടിലും താഴെ കിടക്കും മണല് ഇവിടെ കിടക്കും. പാമ്പ് ഒന്ന് കടിക്കട്ടെ കടിച്ചക്കലും മരിക്കട്ടെ. എന്നാലും പിന്നെ അത്രയ്ക്ക് ഞാനങ്ങ് ഇതായിപ്പോയിരുന്നു. പക്ഷെ ഒരിക്കലും പാമ്പ് വന്നിട്ടില്ല. പാമ്പിന്റെ പോലെ തന്നെ വേണ്ട, പാമ്പിന് പോലും വേണ്ടതായി. ഈ കരച്ചിലൊക്കെ അടങ്ങി നമ്മൾ ഈ ആട് ജീവിതത്തോട് പൊരുത്തപ്പെട്ടതപ്പോഴാ? 5-6 മാസം എടുത്തോ അതോ? 5-6 മാസത്തിന് മേളിലെടുത്തു അല്ലേ? 5-6 മാസം എടുത്താലും ഞാൻ മരുന്നരം വരെയും കരച്ചിൽ തന്നെ ആയിരുന്നു. പകുതിയാ ഇതങ്ങ് പോയി. ഇനി നമുക്ക് 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. മോണിറ്റർ. ലോകപ്രശസ്തമായ പഞ്ചതന്ത്രം കഥകളടങ്ങിയ പുസ്തകത്തിന് എത്ര ഭാഗങ്ങളുണ്ട്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 10. 5. ഓപ്ഷൻ സി ഇനി ഒന്നും നോക്കണ്ടല്ലോ, ആറാട്ടുപുഴ കടവിൽ നിൽക്കുന്നോലെ. ഓക്കെ, ഓപ്ഷൻ സി 5 ഉത്തരം ശരിയാണ്. ഈ ഇതിനിടയിൽ നമ്മൾ ഈ അവിടെയുള്ള ഈ 2.5 കൊല്ലത്തിനിടയിൽ നമുക്ക് ഇയാളുടെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടാനുള്ളൊരു വഴി എപ്പോഴെങ്കിലും ഒരുമിച്ച് ഒത്തു വന്നോ? ഞാൻ ഒരു ദിവസം ഒന്ന് ചാടാനായിട്ട് ഒരുങ്ങി. രാത്രിയിലോ പകലോ? രാത്രി. അങ്ങനെ രാത്രി നമ്മൾ രക്ഷപ്പെട്ടാൽ എങ്ങോട്ട് പോകും? കാര്യം നമുക്ക് ദിക്കറിയാൻ പറ്റത്തില്ലല്ലോ. അല്ല, നമ്മളിപ്പോ ഈ ആടിനെ കൊണ്ടുപോയി ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങളിൽ അങ്ങനെയോട്ടെങ്കിലും ഒന്ന് ഓടിപ്പോവാന്ന് വെച്ച് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ. അങ്ങനെ പോയപ്പോ ഇപ്പം കണ്ട് പിടിച്ച് അടിക്കുകയൊക്കെ ചെയ്തു. അല്ല, അവൻ എങ്ങനെ മനസ്സിലായത് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന്? രക്ഷപ്പെടാൻ ശ്രമിക്കാന്ന് മനസ്സിലായപ്പോ ഗേറ്റ് അടയ്ക്കുന്ന ഇത് കമ്പിയിട്ട് ഇത് അടയ്ക്കുമായിരുന്നു. പട്ടിയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന് ഗേറ്റ് ഉണ്ട്. അപ്പൊ അത് തുറന്നപ്പോ അത് ശബ്ദം കേട്ടു. ഇറങ്ങി നോക്കിയോ? പക്ഷെ ഞാൻ എന്നിട്ട് ഇതൊന്നും എടുത്തില്ലായിരുന്നു. സാധനമൊന്നും എടുക്കാതാ പോയത്. എന്റെ ബാഗൊന്നും എടുത്തില്ല. അല്ല, അവന് മനസ്സിലായോ? മനസ്സിലായി. അത് പാൻ്റൊക്കെ എടുത്തിട്ട് ചാടാൻ വേണ്ടി. അപ്പൊ മറ്റേന്ന് പറഞ്ഞ അറബിയുടെ ഒരു ഇതല്ലേ, കപ്പട പോലത്തെ ഒരു സാധനം ഞാൻ ഇട്ടുകൊണ്ടാണ്. എന്നിട്ട് ഇത് നമുക്ക് പുറത്തോട്ട് രക്ഷപ്പെടാനുള്ള ഒരു വഴി തെളിഞ്ഞത് എപ്പോഴാ? വഴി തെളിഞ്ഞത് ഒരു ദിവസം ഞാൻ നിൽക്കുമ്പോഴേ പിന്നെ ഒരാള് വന്നിങ്ങനെ, അതാണ് കുഞ്ഞിക്കാന്ന് പറയുന്ന ആള്. അയാള് വന്ന് എന്നെ ഇങ്ങനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയത്. അല്ല, അയാൾ ഒരാള് അറിയില്ലേ? നിങ്ങൾ മനഃപൂർവ്വം പേര് പറയാത്താണോ? അല്ല, നിങ്ങൾക്ക് അറിയത്തില്ല? എനിക്കറിയത്തില്ല. അയാള് ഏത് ഭാഷക്കാരനാ? മലയാളിയാണോ? മലയാളിയല്ല. അല്ല, വേറെ നാട്ടുകാരൻ. അറബിയൊക്കെ സംസാരിക്കുന്ന. അയാൾക്ക് നിങ്ങൾ എങ്ങനെ മനസ്സിലായി? ഈ എത്ര മാസത്തിനുള്ളിൽ മറ്റേ പുള്ളിയുടെ മോടെ കല്യാണമായിരുന്നു. അങ്ങനെ ഇയാൾ അവിടുന്ന് പോയി. അതപ്പോ ഇത് വേറെ ഇല്ല. അന്നത്തെ ദിവസം പുള്ളി ഏതോ മരിപ്പിക്കുന്ന അയാൾ വന്നതാ. അന്നാ എനിക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയി പുള്ളി. 1.5 ദിവസം ഓടിയാ റോഡ് കാണുന്നത്. അല്ല, വണ്ടിയിലായിരുന്നോ? അല്ലല്ല, നടന്ന്. അയാൾ ഇതുപോലെ ഏതോ മരുഭൂമിന്ന് വന്നതാ. അല്ല, ഈ ആ കഥ എങ്ങനെയാ ഇയാൾ അവിടേക്ക് എത്താൻ? ഇപ്പൊ നിങ്ങൾ അവിടെ ഉണ്ടെന്ന് അയാൾ അറിയണമല്ലോ. അല്ല, വേറെ മരുഭൂമിന്ന് അയാൾ വന്നതായിരിക്കാം. അല്ല, അയാൾ എന്തിനാ അങ്ങോട്ട് വരുന്നത്? എന്തിനാ അയാള് വന്നതിനെ രക്ഷപ്പെടുത്തി. ഇയാള് പോകുന്ന അയാൾ കണ്ടു കാണും. അല്ല, നിങ്ങളവിടെ ഉണ്ടെന്ന് അയാൾക്ക് അറിയാമോ? അറിയാമായിരിക്കും. അയാൾ എപ്പോഴെങ്കിലും കണ്ടു കാണുമോ നിങ്ങളെ? കണ്ടു കാണുമായിരിക്കും. എന്തോ നിങ്ങൾ ഈ ആടുമായിട്ട് 150, 200, 300, 700 ഒക്കെ ഉള്ള ആടുമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് യാത്ര പോകുമ്പോഴേ ഇതുപോലുള്ള ആട് സംഘങ്ങൾ വേറെ ഉണ്ടോ അവിടെ? ഞാൻ ഇതുപോലെ കണ്ടിട്ടില്ല, ആടിനെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ അങ്ങ് ദൂരെ ഇതുപോലെ എന്തോന്ന് കണ്ടിട്ടുണ്ട്. ഈ ആടിന്റെ ഷെഡ് കണ്ടിട്ടുണ്ട്. ഇതുപോലെ സംഘങ്ങൾ ഉണ്ടാവും അല്ലേ? ഉണ്ട്. അപ്പൊ അവിടുത്തെ വല്ലതും ആൾ ഇയാളെ നേരത്തെ കണ്ടതായിരിക്കും നിങ്ങൾ? അങ്ങനെ കണ്ടാ എന്റെ ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് വന്നതാന്ന് എനിക്ക് പറയുന്നത്. ആണോ? അങ്ങനെയാ താങ്കൾ വിശ്വസിക്കുന്നത്? ഞാനങ്ങനെ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ദൈവമാണ് അയാള്. അതെ അല്ലേ? അയാൾ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അവിടെ കിടന്ന് മരിച്ചു പോയേനെ. ഉറപ്പല്ലേ? ചിലപ്പോ വല്ല മണലാരണ്യത്തെ പാമ്പ് പിടിച്ചോ മരിച്ചാലും കുഴപ്പമില്ല. മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു അല്ലേ? അപ്പൊ ഇത് ഇയാള് നടന്നാണ് നിങ്ങളുടെ അടുത്തോട്ട് വന്നത്? തിരിച്ചും നടന്നാ പോയത്? എത്ര ദൂരം നടന്നു കാണും? 1.5 ദിവസം പോയി. 1.5 ദിവസം നടന്നോ? നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ?
അയാളോട് ചോദിക്കാൻ പറ്റിയില്ല. ചോദിക്കാൻ പറ്റിയില്ല. ഇത് അയാള് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും മനസ്സിലാകുന്നില്ല എനിക്ക്. അറബിയിലാ പറയുന്നത്. അല്ലെ താങ്കളെ രക്ഷപ്പെടുത്താൻ വന്നാണെന്ന് മനസ്സിലായോ? മനസ്സിലായി. പിടിക്കപ്പെട്ടായിരുന്നു അയാള് മറ്റേ വെടിവെച്ചേ അല്ലേ? പിടിച്ചപ്പെട്ടാ പിന്നെ വെടിവെക്കുക. അതാ ആ അയക്ക് പേടിയുള്ളതായിട്ട് മനസ്സിലായോ? അല്ല, ഇതിപ്പോ ഞങ്ങൾ വന്നൊരു കുട്ടി കൂടെ അല്ല ഞാൻ പോയത്. വേറെ ഒരു കുട്ടി കൂടെ പോയത്. അങ്ങനെ 1.5 ദിവസം എടുത്ത് എവിടെ ചെന്ന് ഇറങ്ങി? ഒരു റോഡിൽ ചെന്ന് കണ്ടു. അന്നേരം റോഡിൽ ചെന്ന് വഴി അറിയായിരുന്നു? അയാൾക്കറിയായിരിക്കും. അറിയായിരുന്നു അല്ലേ? അങ്ങനെ റോഡിൽ ചെന്ന് എത്തിയപ്പോഴ് എൻ്റെ ഒരു 5 റിയാല് തന്നു. എന്നിട്ട് ആദ്യമായിട്ട് ഞാൻ റിയാല് കാണുന്നു. എന്നിട്ട് പറഞ്ഞ് ഇനി എവിടോട്ടം കൊണ്ടും പോയിക്കോ, ഞാൻ പോവാന്ന് പറഞ്ഞു. ഓക്കെ, അത് പിന്നെ നിങ്ങൾക്ക് അറിയത്തില്ലല്ലേ? പിന്നെ ഒരിക്കലും അയാളെ കണ്ടിട്ടില്ല. അത്ഭുതമായിരിക്കുന്നു. അതെ. അല്ലെ ഈ നമ്മൾ ഈ 1.5 ദിവസം യാത്ര ചെയ്തല്ലേ, അത് മണൽക്കാടിലൂടെയാണല്ലോ യാത്ര. അപ്പൊ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് കഴിക്കാനൊന്നുമില്ലല്ലോ? കഴിക്കാനൊന്നും കൊണ്ടുപോയില്ല. വെള്ളം, ഒരു കുപ്പി വെള്ളം ഉണ്ടായിരുന്നു. അല്ല, അയാളുടെ കയ്യിലും കഴിക്കാനൊന്നും ഇല്ലല്ലോ? ഇല്ലില്ല. ഈ നോവലിൽ ആ സ്ഥലത്തൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങളുടെ യാത്രയിൽ. അതൊക്കെ സത്യമായിരുന്നോ? അതെ, കുറച്ച് സത്യമാണ്. ഒരു പാമ്പിനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ നോവലിനകത്ത് ഇച്ചിരി ഇതായിട്ട് പാമ്പ് മുകളിലൂടെ എഴിഞ്ഞു പോയി. വേറെ എന്താ അനുഭവം ഉള്ളത് ഈ യാത്രയില്? ഒരു സ്ഥലത്ത് ഇങ്ങനെ ചെല്ലുമ്പോ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ആ വെള്ളം കാണുന്നല്ലേ? അതെ. അങ്ങനെ അവിടെ കുറച്ച് വെള്ളം കുടിച്ച് അങ്ങനെ വീണ്ടും പോയി. അപ്പൊ ഈ അതിനകത്തെ ഈ യഥാർത്ഥത്തിൽ നിങ്ങള് വെള്ളം കുടിക്കാൻ ശ്രമിച്ചപ്പോഴ് പെട്ടെന്ന് അയാൾ തടഞ്ഞു. നിങ്ങൾ വെള്ളം കുടിക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ തടഞ്ഞു എന്ന് നോവലിലുണ്ട്. അത് യഥാർത്ഥത്തിൽ താങ്കളുടെ ജീവിതത്തിൽ സംഭവിച്ചാണോ? അത് തടഞ്ഞില്ല. അത് നോവലിനകത്ത് ഇച്ചിരിയൊക്കെ എഴുതിയിട്ടുണ്ട്. നോവലിന്റെ ഭാഗമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ 1.5 ദിവസം ഭക്ഷണം ഒന്നും കഴിക്കാതാണോ നിങ്ങൾ ഒന്നിച്ചാണെന്നത്? ഒന്നിച്ചാണെന്നത്. എനിക്കത് അയാൾ ഏതോ ഒരു മരുഭൂമിയിൽ നിന്ന് വന്ന ആളാണ്. ആ ആളിന് നോവലിൽ കുഞ്ഞിക്കാന്ന പേരല്ലേ? കുഞ്ഞിക്കാന്ന് പേരിട്ട്. നിങ്ങൾ രക്ഷപ്പെടുത്താൻ വന്ന ദൈവം അല്ലേ? ദൈവമാണ് അതിനകത്ത് ആണ്. അപ്പൊ അവിടെ റോഡിൽ ഞാൻ കടകളൊക്കെ ഉണ്ടോ അവിടെ? ഇല്ലല്ലോ, കടകൾ അടുത്തൊന്നും കടകളൊന്നും ഇല്ല. ഒരു ചെറിയ റോഡാണ്. അപ്പൊ ഈ അറബികള് പുള്ളി പറഞ്ഞ് ആൾക്കാർ വരുമ്പോ ബെത്ത റിയാദ് പറയാൻ പറഞ്ഞു. ബെത്ത റിയാദ്. അങ്ങനെയാണ്. ഒരുപാട് വണ്ടിക്കൊന്നും ഞാൻ കൈ കാണിച്ചിട്ട് ഒന്ന് നിർത്തുന്നു. വണ്ടികൾ പോകുന്നുണ്ട് റോഡിൽ കൂടെ വണ്ടി പോകുന്നുണ്ട്. അങ്ങനെ നല്ല ഒരു അറബി ഇവിടെ നിർത്തി നന്നിട്ട് പറഞ്ഞ് കയറിക്കോളാൻ പറയും. അങ്ങനെ കയറി ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. അതെല്ലാം കഴിച്ച അയാള് കൊണ്ടുവന്ന് അപ്പൊ ഈ നജീബിന്റെ വേഷം ഈ വണ്ടി കയറുമ്പോഴൊക്കെ വികൃതമായ രൂപമല്ലേ? രൂപം വികൃതമാണ്. അത് പുള്ളിക്ക് അറിയാൻ പറ്റിയത്. അറിയാൻ പറ്റി. ചാടി വരുന്ന ചെക്ക് പോസ്റ്റ് എങ്ങനെ കടക്കും? വണ്ടിക്കകത്ത് താന്നിരുന്ന അത് അവിടുത്തെ വലിയ ആളായിരുന്നു തോന്നിയത്. ചെക്ക് പോസ്റ്റ് വിളിച്ചങ്ങ് പോയി. അവരെയൊക്കെ ചെക്ക് ചെയ്യത്തില്ലല്ലോ. അവരൊക്കെ ചെക്ക് ചെയ്യത്തില്ല വലുതായിട്ട്. പക്ഷേ ഒരു 1-2 മണിക്കൂർ വണ്ടി ഓടി. എവിടെ എത്തിയെന്ന് ഓർമ്മയുണ്ടോ? റിയാദ് ബത്തേൽ എത്തിയല്ലേ? അപ്പൊ പക്ഷെ മറ്റേ ആള് പിന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നുള്ള പേടിയും ഉണ്ടാവുമല്ലോ അല്ലേ? പിന്നെ നമ്മൾ അവിടെ അന്ന് അവിടെ ചെല്ലുമ്പോഴ് പിന്നെ ഒരു വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച ആണെന്ന് എനിക്കറിയില്ല. അന്ന് അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴ് പിന്നെ അറബിയോടെ എന്നെ കൊണ്ട് വിട്ടപ്പോഴ് ഈ ബത്താന്ന സ്ഥലത്ത് ഇറക്കി. അങ്ങനെപ്പോഴ് ലക്ഷക്കണക്കിന് ആൾക്കാർ നിൽക്കുക. ടൗണാണ് ഒരു ടൗണാ. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നു. ഇങ്ങനെ ഒരു വ്യാഴാഴ്ച. അന്നേരം ഞാനന്നേരം കരഞ്ഞു പോയി. കാരണം എൻ്റെ അന്നത്തെ അവർക്കുള്ള അനുഭവിച്ച് വെച്ച് വന്നപ്പോൾ ഇവരെല്ലാം സുഖമായിട്ട് ഇവിടെ ഞാൻ നിൽക്കുന്ന കണ്ടപ്പോഴും. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങി. ഇങ്ങനെ ഒരു ഹോട്ടലിൻ്റെ വാതിക്കലാണ് ഇറങ്ങിയത്. അപ്പോൾ ആ ഹോട്ടലുകാരൻ എന്നെ വിളിച്ചുകൊണ്ട് അകത്ത് കയറ്റി പൊറോട്ട ഇറച്ചിയൊക്കെ തന്നു. ഈ ഹോട്ടലുകാരൻ മലയാളിയായിരുന്നു, കോഴിക്കോട്ടുള്ളയാ. അങ്ങനെ മനസ്സിലായോ നിങ്ങൾ ഇങ്ങനെ എന്നെ കണ്ടാൽ ആർക്കാണെങ്കിലും മനസ്സിലാവുമല്ലോ. അതേ രൂപമായിരുന്നല്ലോ. അങ്ങനെ പൊറോട്ട ഇതൊക്കെ തന്നു. അതുകൊണ്ട് ആദ്യമായിട്ട് അന്നാ ഭക്ഷണം കഴിക്കുന്നത്. നമ്മുടെ ഈ 2.5 കൊല്ലത്തിന് ശേഷം നല്ല ഭക്ഷണം കഴിക്കുന്ന അന്നാ. കഴിച്ചു വയറ് നിറച്ച് കഴിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പിന്നെ ചോദിച്ച് ആരുടെയെങ്കിലും നമ്പർ ഉണ്ടോന്നൊക്കെ ചോദിച്ചു. അപ്പം ഇതേപോലെ എൻ്റെ ബന്ധുക്കളുടെ നമ്പർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അയാൾ തന്നെ ഒരു കാർ അവിടെ നിന്ന് വിളിച്ച്, ലിമോസൺ എന്നാ പറയുന്ന വണ്ടി, അത് വിളിച്ചിട്ട് ഇന്ന സ്ഥലത്ത് കൊണ്ട് വിട്ടുകൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവര് പൈസയും കൊടുത്ത് എവിടെ കൊണ്ട് വിട്ടു? സൽമാനിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവിടെ കൊണ്ട് വിട്ടു തന്നു. ബന്ധുവിനെ കണ്ടു. അവരെല്ലാം വന്നു. എല്ലാ ബന്ധുക്കളും വന്ന് പെട്ടെന്ന് മുടിയൊക്കെ വെട്ടിച്ച് പിന്നെ കാലൊക്കെ അന്നേരം പൊട്ടിയങ്ങ് കുടിച്ച് ചോരയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി മരുന്നൊക്കെ വെച്ച് കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് പിന്നെ പോലീസിൽ പിടികൊടുത്തു. ഞാൻ ആ വണ്ടിയെ പല പ്രാവശ്യം ചെക്ക് ചെയ്തിട്ടൊന്നും കണ്ടു കിട്ടിയില്ല. അറിയത്തില്ല. എന്റെ മറ്റവന്റെ കൊടുത്തു വിട്ടൊന്നുമില്ല.
ഇല്ല ഇല്ല, ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയത് മാത്രമേ എടുത്തുള്ളൂ, എല്ലാം ഒന്നും എടുത്തില്ല. ഒന്നും എടുത്തില്ല, ബാഗ് ഒന്നുമില്ല. അപ്പോൾ അതെല്ലാം പൊടി, കാറ്റിന്റെ പൊടി കൊണ്ട് അതെല്ലാം പൊടി. ഭയങ്കര മണൽക്കാറ്റായിരിക്കുമല്ലോ. ഭയങ്കര മണൽക്കാറ്റ്. 2.5 കൊല്ലം എങ്ങനെ പിടിച്ചു അവിടെ? ചെയ്യുന്നു ദൈവത്തിന്റെ ഒരു കഴിവുകൊണ്ട് ചെയ്യുന്നില്ല, എന്താ പറയാ. നമ്മൾ ഈ മണൽക്കാറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് ഗൾഫിൽ. കാറ്റ് വന്നാൽ പിന്നെ നമ്മളിപ്പോ ആടിനെ കൊണ്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കാറ്റ് വരുവാണെങ്കിൽ ആ കാറ്റ് ആടെ എങ്ങോട്ട് പോയിട്ടൊന്നും ആടിനെ കാണാൻ പോലും പറ്റത്തില്ല, അതേപോലത്തെ കാറ്റാ വരുന്നത്. ഓക്കെ, പിന്നെ അവര് അന്വേഷിച്ച് വന്നോ എപ്പോഴെങ്കിലും പോലീസ് സ്റ്റേഷനിലൊക്കെ എവിടെങ്കിലും? പോലീസ് സ്റ്റേഷനിൽ പിന്നെ ഈ ആഴ്ച വല്ല 2 ദിവസം ജയിൽ പരേഡുണ്ട്. ഐഡന്റിഫിക്കേഷൻ പരേഡ്, തിരിച്ചറിയൽ പരേഡ് അല്ലേ? തിരിച്ചറിയൽ പരേഡ്. അറബികളൊക്കെ വന്ന് നമ്മുടെ ഇങ്ങനെ വിളിക്കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് നിർത്തും. അന്നേരം നമ്മുടെ മനസ്സിലന്നേരം ഭയങ്കര ഇതാ, പിടിക്കപ്പെട്ടാ തീർന്നുള്ള അറബി ഉണ്ടെങ്കിൽ പിടിക്കും. അപ്പോഴും അതേപോലെ അറബി വന്ന് ഇങ്ങനെ നോക്കിയിട്ട് പോയത്. അപ്പൊ എനിക്കൊരു സംശയം, അറബിയെ പിന്നെ വന്നായിരുന്നു അവിടെ? ആ അറബിയെ പോലെ ഇരിക്കുന്ന ഒരു അറബിയാണ് കണ്ടത്. നിങ്ങൾ കണ്ട എല്ലാം ഒരുപോലെ തോന്നും. എനിക്ക് സംശയം തോന്നുന്നു അറബി തന്നെ ആയിരിക്കും. അതുകൊണ്ട് അവന്റെ വിസ അല്ലാത്തതുകൊണ്ടായിരിക്കും എന്നെ അവൻ പിടിക്കാതെ പോയതെന്നാണ്. അവരെ എത്രയോ പേരെ പിടിച്ചോണ്ട് പോകുന്നു. അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വേറെ ആളുടെ വിസയാണല്ലോ അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോ രക്ഷപ്പെട്ടു. അപ്പൊ ജയിലിൽ നിന്ന് എത്ര ദിവസം കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റി? ജയിലിൽ പിന്നെ നമ്മള് ഈ അളിയനെ എനിക്ക് ടിക്കറ്റ് അവിടത്തേക്ക് അയച്ചു കൊടുത്ത്, നമ്മുടെ ബന്ധുക്കാടക്ക് ഈ അളിയൻ അയച്ചു കൊടുത്ത ബഹ്റൈനിൽ നിന്ന്. ബഹ്റൈനിലേക്ക് അയച്ചു? ബഹ്റൈനിൽ നിന്ന് അളിയൻ അങ്ങോട്ട് അയച്ചു കൊടുത്തു. എങ്ങനെയായിരുന്നു ആ സംഭവം? അളിയൻ ഇതുപോലെ പിന്നീട് റിയാദി വന്നു കഴിഞ്ഞപ്പം കുഴപ്പമില്ല, ബന്ധുക്കൾ അറിഞ്ഞോ? ബഹ്റൈനിലുള്ള നിങ്ങൾ അപ്പോഴത്തേക്ക് അറിഞ്ഞു റിയാദിലെ ആളെ വന്നൊന്നും ഇങ്ങനെ നാട്ടിൽ അറിയിച്ചോ? നാട്ടിലൊക്കെ അറിയിച്ചു. താങ്കളുടെ അവസ്ഥ എന്തുവായിരുന്നു? 2.5 കൊല്ലം കാണാതിരുന്നപ്പോ ഒരു വിവരവും ഇല്ല, ഒരു കത്തും ഇല്ല, എന്തായിരുന്നു അവസ്ഥ? ഭയങ്കരമായിരുന്നു, ഭയങ്കര വിഷമം. ഗർഭിണിയായിട്ട് നിന്നപ്പോ തന്നെ മരിക്കാൻ ഓർത്തതാ. പിന്നെ കുഞ്ഞ് വയറ്റിൽ കിടക്കുന്നല്ലോ എന്ന് ഓർത്ത് അതിൽ നിന്നും പിന്മാറി. പിന്നെ പ്രസവിച്ച് 2 വയസ്സ് കഴിഞ്ഞാ വന്ന് കാണുന്ന കുഞ്ഞ്. ഓ, കുട്ടി 2 വയസ്സ് കഴിഞ്ഞു അല്ലേ? വന്ന് കാണും. നിങ്ങൾ അവിടെ പോയോ? പിന്നെ ബഹ്റൈനിൽ സൗദിക്ക് പോയോ? നിങ്ങൾ പോയോ? ഇല്ല, പിന്നെ ടിക്കറ്റ് അയച്ചു കൊടുത്ത്. ജയിലിൽ നമ്മള് ടിക്കറ്റ് അവിടെ കൊണ്ട് കൊടുക്കണം. ഓ, ടിക്കറ്റ് എടുത്ത് ബന്ധുവിന് അയച്ചു കൊടുത്തു അല്ലേ? അങ്ങനെ അളിയൻ കയറി. 2.5 കൊല്ലത്തിന് ശേഷം അവിടെ നിന്ന് എങ്ങോട്ട് കയറി? മുംബൈക്ക് തന്നെ വന്നു? അതോ 2.5 വർഷം പിന്നെ 9 ദിവസം അവിടെ കിടന്നല്ലോ ജയിലിൽ കിടന്നു. ജയിലിൽ എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? അടിപൊളി ജീവിതമായിരുന്നു. ആയിരുന്നു എന്ന് വെച്ചാ നല്ല ഭക്ഷണമൊക്കെ? അന്ന് പിടിച്ച് അങ്ങോട്ട് നമ്മള് പിന്നെ കയറി ചെന്നപ്പോ ഒരു അടി കിട്ടി. നടടി അതവിടെ ഉണ്ടല്ലേ? അല്ല, പിന്നെ നമ്മളെ പാസ്പോർട്ട് ഇല്ലല്ലോ. അപ്പൊ പാസ്പോർട്ടില്ലാതെ ചെന്നപ്പോ ഇങ്ങനെ വഴി നിപ്പുണ്ട് അതൊക്കെ. ആരോ ഇങ്ങനെ അടിച്ചൊരു വിടലുണ്ട്. അത് ചുമ്മാ അടിച്ചൊന്ന് വരുത്തേ ഉള്ളൂ? നല്ലപോലെ അടിക്കൂ, തലയ്ക്ക് അടിക്കുന്നത്, അല്ലാതെ ഇവിടങ്ങും അല്ല അടിക്കുന്നത്. അകത്ത് കയറി പിന്നെ അടി കിട്ടിയാലും കുത്തിയാലും കൊന്നാലും നമ്മള് രക്ഷപ്പെട്ട് ഇനി വീട്ടിൽ ചെന്ന് എത്താനുള്ള ചിന്തയായില്ലേ. അങ്ങനെ അടിയും കിട്ടി അന്നേരം തന്നെ മുട്ടയും കടിക്കും. അങ്ങോട്ട് കയറിയ ഉടനെ തല മുട്ടയും കടിക്കും. എന്നിട്ട് പിന്നെ നമ്മുടെ ഇന്ത്യൻ ആൾക്കാർ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്, പാകിസ്ഥാന്റെ ആൾക്കാർ കിടക്കുന്ന സ്ഥലമുണ്ട്. അങ്ങനെ ഭയങ്കര നീളത്തിന് ആയിരക്കണക്കിന് ആൾക്കാരാ ഒരു ഒറ്റ ഹാളിൽ ഇങ്ങനെ കിടക്കുന്നത്. അവിടെ ചെന്ന് പിന്നെ അവിടെ കിടന്ന് അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. നല്ല ഭക്ഷണമായിട്ട് അവിടെ രാവിലെ തന്നെ പിന്നെ എന്തോന്ന് പാല്, മുട്ട, ഫ്രൂട്ട്സ്, പിന്നെ 10 മണിക്ക് പിന്നെ കുബൂസും കറിയെല്ലാം കൂടെ. അത് ഉച്ചയ്ക്ക് ബിരിയാണി, കഫ്സ. ചിലപ്പോൾ ഒരു ദിവസം ഒട്ടയാണെങ്കിൽ ഒരു ദിവസം ആട്, ഒരു ദിവസം കോഴി. കുശാലായിരുന്നു. ഗൾഫിൽ വന്ന് 9 ദിവസം കൊണ്ട് ഇച്ചിരി തടിയുടെ വെച്ചു. അതെ, കാലൊക്കെ നീണ്ടു കഴിഞ്ഞിങ്ങനെ. അങ്ങനെ പിന്നെ ഈ ടിക്കറ്റ് ഇന്ത്യൻ എംബസി വരണം നമുക്ക് നാട്ടിൽ വരണമെങ്കിൽ. എംബസി വന്നൊരു പേപ്പർ നമുക്ക് തരും. അത് ടിക്കറ്റ് കാണിച്ചാലേ ഉള്ളു. അന്ന് ഞങ്ങൾ വരുന്ന ഫ്ലൈറ്റ് ആ ഒരു ഫ്ലൈറ്റ് നിറച്ച് ബോംബെയിലേക്ക് വന്ന എല്ലാം ഈ ചാട്ടക്ക ജയിലിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. എന്നെ പോലുള്ള ആൾക്കാരാണ് കൂടുതലും. പക്ഷെ എന്നെ പോലെ കഷ്ടപ്പാടല്ലെങ്കിലും അവര് വേറെ എന്തെങ്കിലും വന്നതായിരിക്കാം. അത് നമ്മളെ 2 വരെ ബലം കിട്ട് വണ്ടി ബസ്സിനകത്തോട്ട് കയറ്റിയിട്ട് നമ്മളിപ്പോ ഫ്രണ്ടിൽ കൂടെ അല്ലേ കയറുന്ന, ഇതല്ല എയർപോർട്ടിനകത്ത് വരുക. എയർപോർട്ടിനകത്ത് വന്ന് വണ്ടി വന്നിട്ട് ഇതടിച്ച് 2 പേരെ അഴിച്ചഴിച്ച് വിട്ട് കയറ്റുക. നമുക്ക് വേറെ ഒന്നുമില്ല. ചവിട്ടി കയറ്റി വിടുന്നു. ഈ ഒരു പേപ്പറിന്റെ മരത്തിൽ വിടുക ഇങ്ങനെ അങ്ങോട്ട്. ബോംബെ വന്ന് ഇറങ്ങിയപ്പോ വല്ല കാശുവല്ലോ ഉണ്ടായിരുന്നോ കയ്യില്? എന്റെ പൈസ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ വന്നപ്പം പിന്നെ 5-6 കൂട്ടുകാരൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തുകാര് ജയിലിലുണ്ടായിരുന്നവരാണോ? ജയിലിലുണ്ടായിരുന്നവര്, അവിടെ പരിചയവര്. അപ്പൊ അവന്മാരുടെ ഒരാളുടെ കുറച്ച് പൈസ ഷോക്സിനകത്ത് വെച്ചിരുന്നു. അവന്മാരവിടെ പൈസ ഒക്കെ വെച്ചിരുന്ന എടുത്തോണ്ട് പോകും. നമ്മളെ ചെക്ക് ചെയ്യും കയറുമ്പോഴേ. അന്നേരം കയ്യിലുള്ള എല്ലാം എടുക്കും. അതുകൊണ്ട് ഒരുത്തൻ ഷോക്സിനകത്ത് വെച്ചോണ്ട് വന്നതുകൊണ്ട് അവന്റെ പൈസ ഉണ്ടായിരുന്നു. അങ്ങനെ ബോംബെന്ന് ട്രെയിൻ കയറി കായംകുളത്ത് ഇറങ്ങാൻ പറ്റിയ ടിക്കറ്റ് അവരെടുത്തു തന്നു. ഓ, അത്രയും സൗകര്യം ഉണ്ടായല്ലേ? എനിക്ക് ചാടിക്കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം നല്ല
ആ സുഖമായിട്ടുള്ള ഇതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു അല്ലേ? കുഴപ്പമില്ലായിരുന്നു. ഇവിടെ വന്ന് 2.5 കൊല്ലത്തിന് ശേഷം ഭാര്യയെ കാണുമല്ലേ? അതെ, എന്തായിരുന്നു അവസ്ഥ? ഞാനന്ന് രാവിലെ വന്നെങ്കിലും രാവിലെ അങ്ങോട്ട് പോയില്ല, ആ. വീട്ടിലോട്ട് പോയില്ല. വൈകിട്ട് അപ്പച്ചിയുടെ വീട് അവിടെ ഉണ്ട് കായംകുളത്ത്. ആ അപ്പൊ അപ്പച്ചിയുടെ വീട്ടിൽ കയറിയിട്ട് വൈകിട്ട് അങ്ങോട്ട് പോകുന്നത്, വീട്ടിലോട്ട് പോകുന്നത്. ആ വീട്ടിലോട്ട് പോകുമ്പോൾ വീട്ടിൽ ഇവര് രാത്രി ഭക്ഷണം കഴിക്കുമായിരുന്നു. ആ അപ്പം ഞാനിങ്ങനെ അങ്ങോട്ട് ചെന്ന് കയറിയപ്പോൾ വാപ്പ എല്ലാവരും അവിടെ ഓടി പെട്ടെന്ന് ഓടി വന്നിട്ട് ചെറുക്കനവിടെ നിൽപ്പുണ്ടായിരുന്നു. മോൻ അന്നേരം മോനോട് നിൽക്കുന്നപ്പോൾ അന്നേരം വാപ്പ വന്നിട്ട് പറഞ്ഞാൽ നിന്റെ മോൻ്റെ വാപ്പ വന്നടാന്ന് പറഞ്ഞ് അവനെ തെള്ളിഞ്ഞോട്ട് കൊണ്ടുവന്നപ്പോൾ എൻ്റെ വാപ്പ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് അങ്ങ് പോയി. ആ അന്നേരം എനിക്ക് ഭയങ്കര സങ്കടമായി. അവൻ കണ്ടിട്ടില്ലല്ലോ. അവൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് തിരിഞ്ഞു പോകണ്ടല്ല, അവനൊരു മുട്ടായി പോലും എനിക്ക് വാങ്ങിച്ചവന് കൊടുക്കാൻ വയ്യാത്ത ഒരവസ്ഥയിൽ ഞാൻ അങ്ങനെ ചെല്ലുന്ന വെറും കൈയോടെ ചെല്ലുമല്ലായിരുന്നു. അപ്പം എനിക്ക് ഏറ്റവും വലിയൊരു 2.5 കൊല്ലത്തെ ഗൾഫ് ജീവിതത്തിന് ശേഷം ഒന്നുമില്ല നമ്മുടെ കയ്യില്. എനിക്ക് ഏറ്റവും വലിയൊരു ഫീലിംഗ് ഉള്ള സംഭവമാണ്. ആ എത്രയോ ഗൾഫുകാരില്ല നമ്മുടെ വീട്ടിൽ, അതിലത്തൊക്കെ വരുന്നവരൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടമാ അത്. വീടുകളിലേക്കും സങ്കടം. അത് എനിക്കൊന്ന് ഏറ്റവും ദുരനുഭവം അത് തന്നെ ആയിരിക്കും അല്ലേ? ആ അപ്പൊ കണ്ടപ്പോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്തൊരു സംഭവല്ലേ? അതെ, അല്ലെ? എന്തായിരുന്നു ഒരു ഫീലിംഗ്? ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. ഞാൻ പടച്ചവനോട് ഇങ്ങനെ ദുആ ചെയ്ത് നമസ്കരിച്ചോണ്ടിരിക്കുമ്പോഴാണ് കയറി വരുന്നത്. ആണോ? അത് ശരി. എത്രയും പെട്ടെന്ന് എത്തിച്ചതാ, എവിടെ ഉണ്ടെങ്കിലും എത്തിച്ചതാന്നും പറഞ്ഞ് ദുആ ചെയ്യുമ്പോഴാ. അല്ല, ഈ മുംബൈ വന്ന് ഇറങ്ങിയതൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ? അതൊന്നും അറിഞ്ഞിട്ടില്ല, അവിടെ കണ്ടെത്തിയെന്ന് മാത്രമേ അറിയാവുള്ളൂ. ഓ, ഇങ്ങനെ പെട്ടെന്ന് വന്ന് കയറുമെന്നും അറിയില്ല അല്ലേ? അറിയില്ലായിരുന്നു. പക്ഷെ ജയിലിൽ നിന്ന് ഇവര് കയറി പറഞ്ഞാട്ടൊന്നും ഇവർക്കറിയില്ലല്ലോ, എത്ര ദിവസം കഴിഞ്ഞാൽ വിടുന്നതെന്നൊന്നും അറിയില്ലല്ലോ. ആ അല്ല, ഇവരെ അറിയിക്കാൻ മാർഗമില്ലല്ലേ? കത്തെഴുതല്ലേ അവരെ മാർഗം? കത്തെഴുതുണ്ടെങ്കിൽ അറിയാനൊക്കത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ എവിടെ പിടിച്ചെന്നുള്ളതും ഞാനന്ന് അവിടെ ചാടി ചെന്നപ്പോ പ്രസവിച്ച് കുട്ടി ആൺകുട്ടിയാണെന്നൊക്കെ അന്നല്ലേ അറിയുന്നത്. എന്നാലും വലിയൊരു ജീവിതമായി പോയി താങ്കളുടെ. അതെ അതെ. ഓക്കെ, നമുക്കത് മാത്രമല്ല, നമ്മൾ ആ നോവലൊക്കെ വായിച്ചിരിക്കുമ്പോഴേ ഒറ്റയടിക്കൊക്കെ വായിച്ചു തീർത്ത നോവലത്. ആ നോവൽ വായിച്ചപ്പോ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ നമ്മളിങ്ങനെ അനുഭവപ്പെട്ടു. സംഭവിക്കും, അത് 101 ആ നോവല് വായിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ബെന്യാമിന്റെ ഇമാജിനേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ ആ നോവൽ വായിച്ചോ? വായിച്ചപ്പോ താങ്കൾക്ക് എന്താ തോന്നി? വായിക്കാൻ പറ്റിയോ? ഒരു പേജ് അങ്ങോട്ട് നീങ്ങുമോ? താങ്കളുടെ ജീവിതമല്ലേ? അതെ, ഞാൻ കുറച്ച് 2-3 ദിവസം കണ്ടാ വായിച്ചത്. അപ്പൊ വായിച്ചു ഞാനും എന്തായാലും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു വായിക്കുമ്പോ. സ്വന്തം കാര്യമല്ലേ വായിക്കുന്നത്? അതെ അതെ. ബെന്യാമൻ ഇല്ലാത്ത ഒരു വിഷമം താങ്കൾക്കുണ്ടാവും, കാര്യം താങ്കൾ ഇതെല്ലാം അനുഭവിച്ചല്ലേ? അതെ അതെ അതെ. ഓക്കെ, അപ്പൊ ഇനി 30,000 രൂപയുടെ ചോദ്യം. മോണിറ്റർ, ഇനി പറയുന്നവയിൽ ഏത് രാജ്യത്തിന്റെ പതാകയിലാണ് ഒരു വാളിന്റെ രൂപം കാണാൻ കഴിയുന്നത്? ഓപ്ഷൻ എ ബഹ്റിൻ, ഓപ്ഷൻ ബി കുവൈറ്റ്, ഓപ്ഷൻ സി ബംഗ്ലാദേശ്, ഓപ്ഷൻ ഡി സൗദി അറേബ്യ. ഓപ്ഷൻ ഡി സൗദി അറേബ്യ. ഉറപ്പാണോ? പൂട്ടിയ കേട്ടോ, ലോക്ക് ചെയ്യട്ടോ. അത് പിന്നെ യാതൊരു സംശയം നമുക്കില്ല അല്ലേ? ഓപ്ഷൻ ഡി സൗദി അറേബ്യ ലോക്ക് ചെയ്തു, തുറന്നു. ഉത്തരം ശരി. താങ്കൾ 2ാം തവണ ബഹ്റിലെത്തുന്നത് എങ്ങനെയാണ്? ഞാൻ 2ാം തവണ ബഹ്റിനിലെത്തുന്നത് പിന്നെ എനിക്ക് അന്ന് പോയി 5 സെന്റ് സ്ഥലം വിറ്റാണല്ലോ ഞാൻ പോയത്. പിന്നെ എനിക്ക് വീടും ഇല്ല, ഒന്നും ഇല്ല. ജ്യേഷ്ഠൻ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ എന്റെ അളിയൻ ബഹ്റിനിൽ ജോലി ചെയ്യും. ഈ അളിയൻ ബഹ്റിലാണ് താങ്കൾ? അതെ. ബഹ്റിൽ താങ്കൾ എന്ത് ചെയ്യായിരുന്നു? അപ്പോ ചെറിയ സ്റ്റുഡിയോ നടത്തുക. അപ്പൊ എനിക്ക് വിസ എടുക്കുന്ന ടൈമിനും ഭയങ്കര കടക്കാനായിട്ട് നിൽക്കുന്ന ടൈമിനാണ് എടുക്കുന്നത്. എന്നിട്ടും എന്റെ അളിയന്റെ മനസ്സുകൊണ്ട് എന്റെ ബുദ്ധിമുട്ട് കൊണ്ടും എനിക്കൊരു ഫ്രീ വിസ എടുത്ത് തന്നു. അങ്ങനെ ഞാൻ ബഹ്റിനിലേക്ക്. താങ്കള് ഈ സൗദിയിൽ നിന്ന് വന്നിട്ട് ശേഷം നാട്ടിലൊരു കുറച്ചു കൊല്ലം നിന്നില്ലേ? 5 കൊല്ലം. 5 കൊല്ലം നിന്നു. അപ്പൊ അന്ന് എന്തോ പരിപാടി? ഒരു പെൺകുട്ടിയായി. പിന്നെ 2 കുട്ടികളായി. ആദ്യത്തെ ഒരു ആൺകുട്ടി, പിന്നെ ഒരു പെൺകുട്ടി. പിന്നീട് ഗൾഫിൽ പോകണമെന്ന് അടിച്ചു വന്നാൽ പോകണമെന്ന് തോന്നുന്നു. എന്റെ ഭാര്യ പറഞ്ഞു പോണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പോണെന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? നമുക്ക് ഉള്ളത് കൊണ്ട് നാട്ടിൽ ജീവിക്കാമെന്ന് പറഞ്ഞു. കൂലിപ്പണി ചെയ്താ ജീവിച്ചോണ്ടിരുന്ന, അങ്ങനെ നിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, ഈ നാട്ടിൽ വന്ന് ജീവിച്ച കുറെ കാലം ഉണ്ടല്ലോ. അപ്പൊ ഈ ആട്ടും കൂട്ടും ഒക്കെ താങ്കളെ ഇങ്ങനെ വേട്ടയാടുന്നുണ്ടാവുമല്ലോ. രാത്രി ഞെട്ടി ഉണരുമ്പം ആടിനെ കൊണ്ട് ഇങ്ങനെ മേയുന്നു. മണൽക്കാറ്റ് കാറ്റടിച്ച് ആടിനെ കാണാതാവുന്നു. ഇതൊക്കെ നമുക്ക് മറക്കാൻ പറ്റും. ഒരുപാട് പിന്നെ ഞാൻ ഞെട്ടി ഉണരുമായിരുന്നു. അപ്പൊ അന്നേരം എന്തൊക്കെ ചോദിക്കാം, എന്താ ഞെട്ടി ഉണരുതെന്ന് പറഞ്ഞ് എന്താ പേടിച്ചാന്ന് ചോദിക്കുമായിരുന്നു. പേടി ഉണ്ടായിരുന്നല്ലേ? അല്ലെ, അപ്പൊ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ വീണ്ടും നമ്മൾ അത്ര ഒരു മണലാരണ്യത്തിലേക്ക് പോകാൻ തയ്യാറാകുന്നത് നമ്മുടെ വീട്ടിൽ അന്നത്തെ അവസ്ഥ കൊണ്ട് ഞാൻ പോയതാണ്. പോയെന്ന് പറഞ്ഞാൽ എന്റെ അളിയന്റെ അടുത്തോട്ടാ പോകുന്നത്. അതുകൊണ്ട് ആ ഒരു ധൈര്യമാണ് കൂടുതലും ഉള്ളത്. അങ്ങനെ ഞാൻ ബഹ്റൈനിലേക്ക് എത്തി. അളിയന്റെ അടുത്ത് 2-3 ദിവസം താമസിച്ച്
അന്നേരം ഫ്രീ വിസ ആയതുകൊണ്ട് നമ്മളെ ജോലി തെരഞ്ഞു പിടിക്കണം. അന്നേരം അളിയന്റെ കട കൂട്ടുകാരാണ് സുനിൽ എന്ന് പറയുന്ന ഒരാൾ, സുനിലേട്ടൻ എന്ന് പറയും. അപ്പോൾ എപ്പോഴും കടയിൽ വന്നിരിക്കും. അപ്പോൾ ഈ അന്നേരം ഞാൻ ഇതുപോലെ സുനിലേട്ടൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞ്, സുനിലേട്ടാ ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വന്നതാണ്, എനിക്ക് പണിയൊന്നും ആയിട്ടില്ല, എവിടെയെങ്കിലും ഒരു പണി ഒപ്പിച്ചു തരണമെന്ന് പറഞ്ഞു. അന്നേരം സുനിലേട്ടൻ പറഞ്ഞ് നിനക്ക് പറ്റിയ പണി എന്ന് എൻ്റെ ഒരു പണിയുണ്ട്, പക്ഷേ നിനക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത പോലുള്ള പണി ലോകത്ത് ആരും ചെയ്തിട്ടില്ലെന്ന് പുള്ളി എടുത്ത് പറഞ്ഞു. അന്നേരം പുള്ളി ചോദിച്ചത് എന്ത് പണിയാടാന്ന് ചോദിച്ചു. അന്നേരം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് ആകപ്പാടങ്ങ് ഇതായി. പുള്ളി എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി വാങ്ങിച്ചു വന്നാളാം, നീ നാളെ എൻ്റെ ഫോട്ടോ ഒക്കെ കൊണ്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒരു പണി ഒപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ തന്നെ ഇയാള് അവിടുത്തെ US നേവിയാണ്, ബഹ്റൈനിൽ US നേവി. അപ്പോൾ അവിടുത്തെ പാസ്സൊക്കെ റെഡിയാക്കി തന്ന് എനിക്ക് അവിടെ ജോലിയും 2 ദിവസത്തിലാണ് ജോലിയും വാങ്ങിച്ചു തന്നു. അങ്ങനെ ജോലി വാങ്ങിച്ചു തന്ന് അവിടെ ജോലിക്കായിട്ട് ചെല്ലുമ്പോഴാണ് ഈ സുനിലേട്ടനെന്ന ബെന്യാമിനും കൂട്ടുകാരാ. അന്നേരം ഈ കഥ പുള്ളിയെടുത്തി എന്ന് പറഞ്ഞ് പെട്ടെന്ന് പുള്ളി അന്നേരം ഒരു പ്രവാസിയുടെ കഥ എഴുതാൻ കാത്തു കിടക്കുക ബെന്യാമിൻ സാർ. അങ്ങനെ പിന്നെ എൻ്റെ കുറേ ഈ ജോലി സ്ഥലത്തെല്ലാം ഇങ്ങനെ നടന്ന് ഞാൻ ഈ വണ്ടിയും കൊണ്ട് ഇങ്ങനെ ഈ ആക്രി പറക്കുന്ന പണിയാ. കാരണം അലുമിനിയം പിന്നെ പ്ലാസ്റ്റിക് ഒക്കെ US നേവിയുടെ അവിടെ ബിന്നുകളൊക്കെ ഇരിപ്പുണ്ട്. അതിൽ നിന്ന് നമ്മളത് ചേഞ്ച് ആക്കിയിട്ട് വേറെ കവറിട്ട് കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള സുഖമായ പണിയായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇയാളുമായിട്ട് ബന്ധപ്പെടുന്നത്. ബെന്യാമിൻ എൻ്റെ അടുത്ത് വന്ന് പിന്നെ ഈ കഥകൾ ഓരോ ദിവസം ഇങ്ങനെ ചിരിച്ച് എഴുതി ഒരു കുറച്ച് ദിവസം എടുത്ത് കഥ എഴുതാൻ വേണ്ടി. അന്നേരം ഈ സുനിലേട്ടൻ ഇതേ പോലെ എന്തൊക്കെ പറഞ്ഞു ഞാൻ ആ പണി ചെയ്യത്തില്ലെന്ന് പറഞ്ഞതാ. ഞാൻ അന്നേരം ആ പണി എന്ന് നോക്കുമ്പോൾ എനിക്ക് സ്വർഗം കിട്ടിയ ജോലി അവിടുത്തെ മറ്റേ നോക്കുമ്പോ അല്ലേ. അതുകൊണ്ടാണ് പുള്ളി വേണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പൊ കഥയെല്ലാം പറഞ്ഞു, കുറെ ദിവസങ്ങൾ എടുത്ത് അങ്ങനെയാണ് പുള്ളി എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു. ഒരു പേനായും ബുക്കും കൊണ്ടാ പറയാൻ നടക്കുന്നത്, മറ്റേ കഥ എഴുതുന്നത്. പുള്ളി അവിടുത്തെ നല്ല ജോലി ചെയ്യുന്ന ഒരാളാ. ജോലിയൊന്നും ഇല്ല, SCയുടെ ഫോർമാനായിട്ട് നിൽക്കുക പുള്ളി അവിടെ. അങ്ങനെ എഴുതി നടന്ന് ഈ പുസ്തകം പിന്നെ അങ്ങനെ എഴുതിയങ്ങ് പോയി. നമ്മളറിയുന്നില്ല പിന്നെ ഇത് പുസ്തകമായിട്ട് വരുമെന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഇവരെ കാണുന്നുണ്ട്, ഇവരെ എല്ലാവരും അവിടെ തന്നെ കാണുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഈ കഥ ആദ്യമായിട്ട് പിന്നെ എഴുതി ബുക്ക് പ്രകാശനം ചെയ്തല്ലോ. കുറച്ച് അറിഞ്ഞായിരുന്നോ? എന്നെ വിളിച്ചിട്ട് എനിക്കായിരുന്നു ഫസ്റ്റിലത്തെ ബുക്ക് വരുന്നത് വെച്ച്. അന്നേരം വായിച്ചോ പുസ്തകം? അന്ന് വായിച്ചു, പിന്നെ കുറച്ചെ വായിച്ച് 2 ദിവസം കൊണ്ട് വായിച്ചു. കരച്ചിലായി പോയി. ഞാൻ ചോദിക്കട്ടെ, താങ്കൾ അനുഭവിച്ച പീഡനങ്ങൾ മുഴുവനും ഈ യാതനയും ക്ലേശങ്ങളും എല്ലാം ഈ പുസ്തകത്തിലുണ്ടെന്ന് താങ്കൾക്ക് തോന്നിയല്ലേ? ഈ ഇതിനകത്ത് താങ്കൾ പറയാത്തത് കാര്യം എന്തായാലും ഒരു കുറച്ച് വരുമല്ലോ. അപ്പൊ അത് ഒരുപാട് ഭാവന എന്നുള്ള കാര്യങ്ങളുണ്ടെന്ന് തോന്നിയോ താങ്കൾ? കുറച്ചുണ്ട്. എന്നാലും പക്ഷേ പുസ്തകം താങ്കൾക്ക് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ഒരുപാടുണ്ട്. വായിച്ചു, കരഞ്ഞു. നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ട് വിശ്വസിച്ചോ ഇതൊക്കെ ഇത്രയും അനുഭവിച്ചു കാണും? അനുഭവിച്ചതായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായി. എന്ന് വെച്ചാൽ അതുപോലെ വിവരമൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ യാതനയിൽ അവിടെ കിടന്ന് അനുഭവിച്ചെന്നുള്ളത് ഉറപ്പായി. ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ വായിച്ചിട്ടോ? ഒറ്റയടിക്ക് വായിച്ചു തീർത്തോ അതോ? ഒറ്റയടിക്ക് വായിച്ചു തീർത്ത്. ഓക്കെ. എപ്പോഴാണ് ഇത് വായിച്ചുകൊണ്ടിരുന്നത്? അതാണ് എനിക്ക് അറിയേണ്ടത്. രാത്രിയിലാണോ പകലാണോ? പകലും സമയം കിട്ടുന്ന പോലെ ഇരുന്ന് വായിച്ചു. ജോലി കഴിയുമ്പോൾ രാത്രിയിലാണ് കൂടുതലും വായിച്ചത്. അപ്പോൾ താങ്കൾക്ക് ആ പുസ്തകത്തിലെ ഓർമ്മയെന്ന് പറഞ്ഞാലേ ഏറ്റവും താങ്കൾക്ക് വിഷമകരമായി തോന്നിയ രംഗം ഏതായിരുന്നു? എനിക്ക് പുസ്തകം ഇതിനകത്ത് അറബി എൻ്റെ കൂടെ പെരുമാറിയ പിന്നെ അടിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത കാര്യങ്ങൾ. നിങ്ങൾ ബെന്യാമിൻ തമ്മിൽ വല്ലാത്തൊരു ബന്ധമുണ്ട്. കാര്യം നിങ്ങൾ 1992 ഏപ്രിൽ 4 റിയാദിലെത്തുന്നത്. ഇതേ ദിവസമാണ് ബഹറിൽ ഇതേ ഡേറ്റിൽ ബെന്യാമിൻ എത്തുന്നു. രണ്ട് രാജ്യത്താണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ വല്ലാത്തൊരു കോയിൻസിഡൻസാ. പിന്നെ അത് നിങ്ങളുടെ ജീവിതം അയാളെ പുസ്തകമാക്കുന്നു. അദ്ദേഹം വലിയ എഴുത്തുകാരനാകുന്നു. ലോകത്തെ പല ഭാഷകളിലേക്കും അദ്ദേഹത്തിന്റെ പുസ്തകം വിവർത്തനം ചെയ്യപ്പെടുന്നു. ഇപ്പൊ ഏറ്റവും അവസാനം ബ്ലസ്സി സംവിധാനം ചെയ്തൊരു ലോകോത്തര സിനിമ ഇറങ്ങാൻ പോകുന്നു. പൃഥ്വിരാജൊക്കെ ചിലപ്പോൾ പക്ഷേ ഏറ്റവും വലിയൊരു നടൻ എന്ന ഖ്യാതി ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ റഹ്മാൻ അഭിനന്ദിച്ചില്ലേ? എല്ലാരും അഭിനന്ദിച്ചു. മോഹൻലാൽ എന്താ പറഞ്ഞേ? മോഹൻലാല് ഒരു ചരിഞ്ഞ ആടിന് പേരിട്ടു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മോഹൻലാലിന് കുട്ടേട്ടാ നജീബ് 2-3 ആടിനിട്ട പേരുകൾ കുട്ടേട്ടന് ഓർമ്മയുണ്ട്. മണി എന്നൊരു ആടുണ്ടായിരുന്നു, ഖാദർ എന്നൊരാട്, കുഞ്ഞുമോൻ, അഫ്സൽ, ഇങ്ങനെയൊക്കെ ആടിന് പേര് താങ്കൾ ഇട്ടിരുന്നു, ശരിയല്ലേ? ശരിയാണ്. ഈ ആടിന് പേരിട്ടു അല്ലേ? കാരണം നമ്മള് പിന്നെ നമ്മുടെ മക്കളല്ലേ, അതുകൊണ്ട് വായി വരുന്ന ഓരോ പേരിങ്ങനെ വിളിക്കും. അങ്ങോട്ട് ഓടി പോകുമ്പോ മണി ഇവിടെ വാടാന്നും പറഞ്ഞ് അങ്ങനെ വിളിക്കും. പിന്നെ ഖാദർ ഇവിടെ വാന്നെന്നും പറഞ്ഞിരിക്കും, നബീല ഇവിടെ വാന്നും പറഞ്ഞ് വിളിക്കും. അങ്ങനെയൊക്കെ വിളിക്കുമായിരുന്നു.
സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ പുസ്തകത്തിന് ബെന്യാമിൻ നല്ല സർഗധനായ എഴുത്തുകാരനാണെന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. വായനാ ലോകം പുള്ളി ആദരിക്കുകയും ചെയ്തു. ഇപ്പം താങ്കൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാനൊക്കെ ബെന്യാമിൻ മുന്നോട്ട് വന്നിട്ടുണ്ടോ? ഒരു വ്യക്തിപരമായ കാര്യമാണെങ്കിലും. എനിക്ക് ഒരു 1.5 രൂപ തന്നിട്ടുണ്ട്. എല്ലാം കൂടെ 1.5 ലക്ഷം രൂപ തന്നിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ബെന്യാമിൻ ഒരു നല്ല മനുഷ്യനാണ് അല്ലേ? ഓക്കെ, അപ്പോ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോണ്ടേ? നമുക്ക് ഇവിടെ പൈസ വേണ്ടേ? 40,000 രൂപയുടെ ചോദ്യമാണ്. അല്ലെങ്കിൽ ബെന്യാമിൻ കാശ് നിങ്ങളും തന്നില്ലല്ലോ എന്ന് പറയരുതല്ലോ. ഓക്കെ, റെഡി? മോണിറ്റർ. ബീഹാറിലെ മധുബനി ചിത്രകാരന്മാർ നീല നിറം നിർമ്മിക്കാനായി സാധാരണയായി ഇനി പറയുന്നതിൽ ഏത് പൂവാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ആമ്പൽ, ഓപ്ഷൻ ബി ശംഖുപുഷ്പം, ഓപ്ഷൻ സി ശീമക്കൊന്ന, ഓപ്ഷൻ ഡി മുല്ല. ആറാട്ടുപുഴയൊക്കെ അത്യാവശ്യം പൂക്കളുള്ള സ്ഥലമല്ലേ? അതെ. ഓ, വലിയ പൂക്കളൊന്നും ഇല്ല. നീല നിറം ശംഖുപുഷ്പം. ഓപ്ഷൻ ബി ശംഖുപുഷ്പം. കൂട്ടാല്ലേ? പൂട്ടിയാ നോക്കണ്ടല്ലോ ഇനി? നോക്കണ്ട. ഓക്കെ, തുറന്നു. ഞാൻ പൂട്ടിയിട്ട് തുറന്നു. ഉത്തരം ശരിയാണ്. ഇപ്പൊ 40,000 രൂപയായി. ഇനി നമുക്ക് 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ്. കുട്ടേട്ടൻ എന്തോ ചുണ്ടനക്കുന്നു. നജീബ്, താങ്കൾ LED സ്ക്രീനിലേക്ക് നോക്കിയാൽ താങ്കൾക്ക് ഒരു ഫോട്ടോ കാണാൻ സാധിക്കും. നോക്ക്, ഈ ഫോട്ടോ നോക്കൂ. ജീവിതത്തിൽ താങ്കളോട് മാത്രമേ ഇയാൾ സംസാരിച്ചിട്ടുള്ളൂ. ആളുടെ പേര് ഫാത്തിമ എന്നാണ്. ശരിയാണോ? ശരിയാണ്. എവിടെയുള്ള ആളാണിത്? എന്റെ പെങ്ങളാണ്. താങ്കളോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ? അതെ. അതെന്താ അങ്ങനെ ഒരു സംഭവം? എൻ്റെ അടുത്ത് വലിയ കാര്യമാണ്. ഞാനാണ് കൂടുതൽ ഉമ്മ ചെറുപ്പത്തിലേക്ക് മരിച്ചുപോയി. പിന്നെ ഞങ്ങള് ഞാനതിനെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഞാനാണ് ഇതിനെ എടുത്ത് കഴിക്കുന്നതും. എന്റെ ജ്യേഷ്ഠത്തിയുണ്ട്. അങ്ങനെ കൂടുതലും സമയം എനിക്ക് പൊക്കാൻ. എന്താ പറ്റിയ അയാൾക്ക്? പ്രസവിച്ച അന്ന് മുതൽ ഒറ്റ കിടപ്പ. 7ാമത്തെ ഇല്ല, എണീറ്റിട്ടില്ല. സൂര്യപ്രകാശം സംസാരിക്കത്തുമില്ല. താങ്കളോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ? പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ, അല്ലാതെ സംസാരിക്കത്തില്ല. പിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും എൻ്റെ അടുത്ത്. എനിക്ക് തന്നില്ല, പിന്നെ ഇക്കാന്നൊക്കെ വിളിക്കും. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ അവസ്ഥ എന്തുവാ? ഇയാളുടെ മരിച്ചുപോയി. ഓക്കെ, 55ാമത്തെ വയസ്സിൽ മരിച്ചു. 55ാമത്തെ വയസ്സ്. അപ്പൊ നജീബ് ജി, ഇവിടെയല്ല ഇനി മത്സരം. ഇനി നമ്മൾ അടുത്ത ലെവലിലേക്കാണ്. ഓക്കെ, ഒന്ന് പിടിച്ചു നിന്നോളൂ. ഇത് വള്ളത്തെ പോകുമ്പോ കുലുങ്ങുന്ന പോലല്ല, ഇത് ചിലപ്പം മറിയാൻ സാധ്യതയുണ്ട്. കുട്ടേട്ടാ, ലെവൽ 2. നമ്മൾ അടിമ ജീവിതത്തിന്റെ കാലത്ത് നിന്നൊക്കെ സ്വതന്ത്രമായ ജീവിതത്തിലേക്ക് വന്നു. നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 1,00,000 രൂപയുടെ ചോദ്യം. ഓക്കെ, മോണിറ്റർ. ഇനി പറയുന്നവയിൽ ഏത് ചെടിയുടെ ഇലയുടെ പേരിലാണ് ഉപയോഗശൂന്യമായ ഒരു വസ്തു എന്ന അർത്ഥത്തിൽ മലയാളത്തിൽ ഒരു പ്രയോഗം നിലവിലുള്ളത്? ഓപ്ഷൻ എ മുരിങ്ങ, ഓപ്ഷൻ ബി കറിവേപ്പ്, ഓപ്ഷൻ സി വാഴ, ഓപ്ഷൻ ഡി ചേന. ഓപ്ഷൻ ബി കറിവേപ്പ്. കുട്ടിയെക്കട്ടൻ, നീ നോക്കണ്ടല്ലോ? നോക്കണ്ട. എന്താണ് അങ്ങനെ കറിവേപ്പ് എന്ന് പറയാൻ കാര്യം? നമ്മള് കറിവേപ്പിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, വലിച്ചെറിയുന്നത്. എടുത്ത് അല്ലേ? കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞു. അതെ, കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞു. ഓക്കെ, നമ്മൾ ഓപ്ഷൻ ബി കറിവേപ്പ്. ഉത്തരം ശരിയാണ്. താങ്കൾ ഈ അവിടെ നിന്ന് തിരിച്ചു പോകുന്നതിന് ശേഷം ഇന്ത്യയിൽ എത്തിയപ്പോഴേ ഈ താങ്കൾ ജീവന തുല്യം സ്നേഹിച്ച കുറച്ച് ആടുകൾ ഉണ്ടായിരുന്നില്ല? നമ്മള് മണൽ ഉപേക്ഷിച്ചു പോകുന്ന ആടുകൾ, അവയെ ഓർക്കാറുണ്ടായിരുന്നു? ആ ആടിപ്പോ എന്തായി ഏതായെന്നൊക്കെ ഉള്ള ചിന്തേനെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഞാൻ അതിനെ അടച്ചിട്ടിട്ട് ആ ഡോറും അടച്ചിട്ടിട്ടാ ഞാൻ ഓടിയത്. അതിപ്പോ എന്തായി ഏതായെന്നൊക്കെ ഉള്ള ചിന്ത മനസ്സിൽ എപ്പോഴും ഉണ്ട്, ഇങ്ങനെ ഉണ്ടായിരുന്നു. ഈ ആടിനെ അവിടെ വളർത്തുന്നത് എന്തിനാ? അവരുടെ ബിസിനസ്, അത് വിൽപ്പനയാ. ഇത് ഇറക്കാൻ വേണ്ടിയാണോ? അതെ, ഇറച്ചിക്ക് വേണ്ടിയാണ്. ഓ, അത് ശരി. അപ്പൊ ഇത് എത്ര കാലമാകുമ്പോ? പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇപ്പൊ നമ്മള് പ്രസവിച്ച് ആണാട്ടുകുട്ടിയില്ലേ, ഒരു മാസമൊക്കെ ആകുമ്പോ അതിന്റെ മണിയങ്ങ് എത്തിക്കളഞ്ഞിട്ട് ഒരു സ്പ്രേ അടിക്കും. അത് കീന്ന് പറഞ്ഞിട്ട് കരച്ച് കഴിഞ്ഞാൽ അതങ്ങ് പോകും. പെട്ടെന്ന് അവനെ വളർന്നു കയറുന്നത്. അത് ഞാൻ ആ കാലിങ്ങനെ പൊക്കെ കൊടുക്കുന്ന അയാളൊരു ഇട്ട കട്ടിക്കല് വിഷമാ. അയാൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലേ? അവരുടെ ഇതൊരു ബിസിനസ്, ഇതിന് പെട്ടെന്ന് വളരും. പിന്നെ 60,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. മോണിറ്റർ. എന്ത് ഉൽപ്പാദിപ്പിക്കുന്ന മികച്ച കർഷകർക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് ക്ഷീരധാര? ഓപ്ഷൻ എ തേങ്ങ, ഓപ്ഷൻ ബി പാല്, ഓപ്ഷൻ സി ഏലം, ഓപ്ഷൻ ഡി റബ്ബർ. പാലല്ലേ നമുക്ക് അടുത്തറിയാവുന്നത്? 2.5 കൊല്ലമല്ലേ ആടിന്റെ പാല് കറന്നത് അല്ലേ? ഓപ്ഷൻ ഇപ്പൊ ഈ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഈ കറക്കുന്നതിന് ഭയങ്കര സ്പീഡായി കാണുമല്ലോ. പിടിച്ചു കഴിഞ്ഞാ
പിന്നങ്ങ് സ്പീഡായി. ഏ പിന്നങ്ങ് സ്പീഡായി. ഇങ്ങനെ ശബ്ദമുണ്ടോ അതിന്? ആ ശബ്ദമുണ്ട്. ഞാൻ ചുമ്മാ ഒരു ഇഫക്റ്റിന് വേണ്ടി ഇട്ടതാ. അതല്ല, അതേ സൗണ്ടായിരുന്നു. ശബ്ദമുണ്ട്. ഉണ്ട്. അത് ഈ കറന്ന് വീഴുന്ന ഒരു രസമുണ്ടല്ലേ? അതെ. ചില ആളുകളൊക്കെ കംപ്ലീറ്റ് നമ്മൾ ഈ ചായ അടിക്കുന്ന ചില താളബോധങ്ങളുണ്ട്. അതില് മാറി മാറി ഇങ്ങനെ അകടിൽ പിടിച്ച് പിഴിയുന്ന, അതിലൊക്കെ നജീബ് എക്സ്പെർട്ടായോ? ഇല്ല, അങ്ങനെ ഒരു എന്തോന്ന് വെച്ചാൽ ഇങ്ങനെ പിഴിയുന്നു. അതേ ഉള്ളൂ. ഈ 2.5 കൊല്ലം ഈ അവിടെ ഈ മണൽത്തരി പോലെ ഒരു വിലയില്ലാതെ അവിടെ കിടന്നു. ഇതിനിടയിൽ എന്തെങ്കിലും സന്തോഷകരമായ ഒരു കാര്യം സംഭവിച്ചോ ജീവിതത്തില്? ഒന്നും ഈ സംഭവിച്ചില്ല. ദൈവദൂതനെ പോലെ അദ്ദേഹം അന്നല്ലാതെ വേറെ എനിക്ക് ഒരു സന്തോഷം കിട്ടിയിട്ടില്ല. ഒന്നും ഉണ്ടായിട്ടില്ല. മറ്റേ മനുഷ്യനെ പോലെ എപ്പോഴെങ്കിലും പെരുമാറിയോ? ഒരിക്കലും പെരുമാറിയിട്ടില്ല. ഇല്ല. പെരുമാറണമെങ്കിൽ എനിക്കൊരു കത്ത് അയക്കാനോ എനിക്ക് എന്തെങ്കിലും ഇച്ചിരി പൈസ കാണണം, അതാണ് എന്റെ വലിയ പെരുമാറ്റം. അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് പെരുമാറ്റം? ഒരു പൈസയും ശമ്പളം കിട്ടിയിട്ടില്ല. ഇല്ല. അപ്പൊ ഓപ്ഷൻ ബി പാലം കൂട്ടി കേട്ടോ. കൂട്ടിയാരാ? പാല് കൂട്ടി ഓപ്പൺ ചെയ്യുന്നു. ഉത്തരം ശരിയാണ്. ഇനി നമുക്ക് അടുത്ത 70,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്വസ്റ്റ്യൻ പ്ലീസ്. ഇനി പറയുന്നതിൽ ഏത് ഉൽപ്പന്നത്തിനാണ് ആലപ്പുഴ ജില്ലയിലെ ഓണാട്ടുകരയിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിച്ചത്? ഓപ്ഷൻ എ ഉലുവ, ഓപ്ഷൻ ബി എള്ള്, ഓപ്ഷൻ സി കായം, ഓപ്ഷൻ ഡി ജീരകം. എള്ളോ? പൂട്ടാമോ? ഓക്കെ, ഞാൻ പൂട്ടി. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ ബഹറിൻ അളിയൻ പറയട്ടെ. അളിയന്റെ ഇത് കറക്റ്റായി തോന്നുന്നോ? എള്ളാണ്. അതേ സംശയമൊന്നുമില്ല. ഒരു സംശയമില്ല. നമ്മുടെ കൃഷി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഓക്കെ. അപ്പോ ഉത്തരം ശരിയാണ്. അപ്പൊ 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ പ്ലീസ്. താങ്കൾക്ക് ഞാൻ ഇമേജ് കാണിച്ചു തരാം, കണ്ടോളൂ. അറേബ്യൻ വംശജർ അണിയുന്ന ഇതിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ബുർക്ക, ഓപ്ഷൻ ബി അബായ, ഓപ്ഷൻ സി കെഫിയ, ഓപ്ഷൻ ഡി ഗൗൺ. ഡ്രസ്സല്ല, തലേ കെട്ടുന്ന. ആ കെഫിയ പൂട്ടോ? പൂട്ടിയേരെന്ന് പറഞ്ഞാൽ തെറ്റുവോ? തെറ്റത്തില്ല. കെഫിയ കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. അളിയന് ഇതെല്ലാം അറിയാല്ലേ? ഓക്കെ. ഓപ്ഷൻ, നിങ്ങൾ എത്ര വർഷം വേറിലുണ്ടായിരുന്നു? 20 വർഷം ഉണ്ടായിരുന്നു. അപ്പൊ ഓപ്ഷൻ സി കെഫിയ പൂട്ടി. അപ്പൊ നമുക്കിപ്പോ 80,000 രൂപ കിട്ടിയിരിക്കുന്നു. ഉത്തരം ശരിയാണ്. അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് അളിയന്റെ ഒരു പാട്ട് കേട്ടാലോ? കേക്കാം. മുത്തുനവരത്നമുഖം കത്തിടും മയിലാളേ, മുഞ്ചൊളിവിൽ തഞ്ചമേറും കഞ്ചകപ്പൂമോളേ. മുത്തുനവരത്നമുഖം കത്തിടും മയിലാളേ, മുഞ്ചൊളിവിൽ തഞ്ചമേറും കഞ്ചകപ്പൂമോളേ. ചിത്തിരം കൊത്തി മറിയും ചെമ്പകച്ചുണ്ടും ചിരിയും ഉത്തമ മലർ തിരിയും സൂക്ഷ്മമിൽ പല കുറിയും കണ്ടു മോഹിച്ചു സംഗതി കൊണ്ട് ദാഹിച്ചു. എൻ മലരെ നമ്മളെല്ലാം രാജിയക്കാരല്ലേ എന്നൊരു വിചാരവും സന്തോഷവും നീക്കില്ലേ. ഇൻമധുരത്തേൻ കുടിപ്പാൻ ഒത്തവൻ ഞാനല്ലേ. അപ്പൊ എന്തായാലും താങ്കൾ നന്നായിട്ട് പാടി. താങ്ക് യു. സന്തോഷമായി. ഇപ്പൊ ബഹറിലുണ്ടോ താങ്കൾ? ബഹറിലുണ്ട്. അപ്പൊ അവിടെയൊക്കെ കേട്ടുകാണു ഇപ്പൊ. ഓക്കെ, സന്തോഷം. ഇങ്ങനെയൊക്കെ ഒരു പ്രശസ്തി ഉണ്ടാവും താങ്കൾ ജീവിതത്തിൽ വിചാരിച്ചായിരുന്നു? ഇല്ല. ഒരുപക്ഷെ ഇനി ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോഴേ എന്തെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട്. സംഭവിക്കട്ടെ. നമ്മൾ അടുത്ത ലെവലിലേക്ക് കൂട്ടേട്ടാ. ലെവൽ 3. അപ്പൊ 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മോണിറ്റർ പ്ലീസ്. ഇനി ചോദ്യം 1,00,000 രൂപയുടെ ചോദ്യമാണ്. 100,000 രൂപയാണ്. ലോക കേരള സഭയുടെ വൈസ് ചെയർമാനായ പ്രമുഖ വ്യവസായി ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ രവി പിള്ള, ഓപ്ഷൻ ബി ജോയ് ആലുക്കാസ്,
ഓപ്ഷൻ സി MA യൂസഫ് അലി, ഓപ്ഷൻ ഡി സണ്ണി വർക്കി. MA യൂസഫ് അലി. ഉറപ്പാണോ? ഉറപ്പാ. തെറ്റാൻ സാധ്യതയില്ലല്ലോ. ഇല്ല. ഓക്കെ, ഓപ്ഷൻ സി MA യൂസഫ് അലി ഉത്തരം ശരിയാണ്. അപ്പൊ 1 ലക്ഷം രൂപ കിട്ടി. ബോസ് കുട്ടിയേട്ടൻ എന്തോ പഴയകാല കുത്തിത്തിരിപ്പായിട്ട് വരുന്നുണ്ട്. പറയൂ കുട്ടിയേട്ടാ. നജീബ്, താങ്കൾ ബഹ്റൈനിൽ ജോലി ചെയ്യുന്ന സമയത്ത് US നേവി ഉദ്യോഗസ്ഥർ താങ്കളുടെ തലക്ക് നേരെ ഒരു തോക്ക് ചൂണ്ടിയിരുന്നു. അത് എന്തിനായിരുന്നു? എന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് രണ്ടൊന്ന് പൊതിയിരുന്നു. ഞാൻ ഈ സാധനം ആക്രി വിളിച്ചോണ്ട് പറക്കുന്നതാണല്ലോ നമ്മുടെ ജോലി. അതെ അതെ. ആ. അപ്പോഴ് പൊതിയിരുന്ന കണ്ടുകൊണ്ട് ഇവര് എന്തോ മറ്റേ ബോംബ വല്ലതും ആണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ തോക്കും കൊണ്ട് എന്റെ തലയുടെ കല നോക്കിക്കൊണ്ടിരുന്നു. ഫുഡായിരുന്നത്. ആ. ഫുഡ് ഇങ്ങനെ നിങ്ങളുടെ തോക്ക് നിങ്ങളെ നേരെ കിട്ടിയോ? ഇത് കണ്ടോണ്ട് ആ. അവർക്ക് അങ്ങനെയുള്ള സംശയങ്ങളാ പെട്ടെന്ന് വരുന്നത്. എന്നിട്ട് അത് റിവോൾവറാണോ കാണിച്ചത്? ആ, ചെറിയ തോക്കാണോ? ചെറിയ തോക്ക്. ആ. അത് വെച്ച് പറഞ്ഞതിനെ പൊട്ടിച്ചപ്പോ എന്തുവാ, ഭക്ഷണത്തിന്റെ ഫുഡാ. അത് തെറിച്ച് ഭക്ഷണം തെറിച്ചങ്ങ് പോയി. ഓ, ആ പൊതിക്ക് നേരെ വെടിവെച്ച്. ഓ, ഭക്ഷണമായിരുന്നു. ഭക്ഷണമായിരുന്നു. എന്റെ അമ്മ. അപ്പൊ 2 ലക്ഷം രൂപയുടെ ചോദ്യം. മോണിറ്റർ, താങ്കളെ ഒരു വീഡിയോ കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഈ രംഗത്തിൽ അഭിനയിച്ചിരിക്കുന്ന റോജ നിലവിൽ ഏത് സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ അംഗമാണ്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ബി തെലങ്കാന, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി തമിഴ്നാട്. സംശയം ഉണ്ടെങ്കിൽ താങ്കൾക്ക് 2 പിടിവള്ളി കുട്ടേട്ടന്റെ വകയുണ്ട്. 1 പിടിവള്ളി ഇവിടെ അളിയനും ഭാര്യയും ഒക്കെ ആയിട്ടുണ്ട്. കുട്ടേട്ടാ. ആ. താങ്കളെ തീർച്ചയായിട്ടും കുട്ടേട്ടൻ സഹായിക്കും. ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും. അതിൽ 1 ശരി ഉത്തരമാണ്. എ ആന്ധ്രാപ്രദേശ്, ബി തെലങ്കാന, ഡി തമിഴ്നാട്. അപ്പൊ 3 ഉത്തരം കയ്യിലുണ്ട്. നീ അതിൽ നിന്നൊരു ഉത്തരം എടുക്കണം. തെലങ്കാന അല്ല, ആന്ധ്രാപ്രദേശ്. ഏതിലാ ഉറച്ചു നിൽക്കുന്നേ? ആന്ധ്രാപ്രദേശ്. അവിടെ ഉറക്കുന്നു? അത് ഉറക്കുന്നു. ഉറച്ച്. ഓ, നമ്മൾ ഉറച്ചാ ഒറ്റ ഉറപ്പാ? 2.5 കൊല്ലം ഉറക്കും. ഉറച്ച്. ഉറച്ച് ഇല്ലേ? നമ്മൾ ഒന്ന് ഉറച്ചാൽ അതെ, പിന്നെ പിടിപെടുത്തില്ല 2.5 കൊല്ലത്തേക്ക്. ഇല്ലില്ല. ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് ഉറപ്പിച്ചു. 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. അതെ. ഉത്തരം എന്റെ ആറാട്ടുപുഴയിലെ നജീബ്, ഉത്തരം ശരിയാണ്. ഒരു മനസ്സിനൊരു സന്തോഷമൊക്കെ വന്നു. ഇപ്പോ 2 ലക്ഷം രൂപ ലഭിച്ചു. നമ്മളിനി 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ഇനി 1 പിടിവള്ളി കുട്ടേട്ടൻ്റെ ഉണ്ട്, 1 പിടിവള്ളി ഇവിടെയും ഉണ്ട്. 3 ലക്ഷത്തിലേക്കാണ് ക്വസ്റ്റ്യൻ. താങ്കൾക്ക് ഞാൻ ഓഡിയോ കേൾപ്പിച്ചു തരാം. കേൾക്കൂ. ഈ ഗാനം ആലപിച്ച ഏത് ഗായകന്റെ ശബ്ദമാണ് AR റഹ്മാൻ ലാൽ സലാം എന്ന സിനിമയ്ക്ക് വേണ്ടി നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി പുനഃസൃഷ്ടിച്ചത്? ഓപ്ഷൻ എ തിരുച്ചി ലോകനാഥൻ, ഓപ്ഷൻ ബി ഷാഹുൽ ഹമീദ്, ഓപ്ഷൻ സി ജാവേദ് അലി, ഓപ്ഷൻ ഡി ജോളി എബ്രഹാം. ചേട്ടാ ഒന്നുകൂടെ പറഞ്ഞോളൂ. തീർച്ചയായിട്ടും സഹായിക്കാം നജീബ്. ഇത് കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും. അതിൽ 1 ശരി ഉത്തരമാണ്. ബി ഷാഹുൽ ഹമീദ്, സി ജാവേദ് അലി, ഡി ജോളി എബ്രഹാം. നീ ഒരു ഉത്തരവ് പറയാൻ പറ്റൂ. തെറ്റിയാൽ അപ്പം നമ്മുടെ പ്രശ്നം തീരും. 3 ലക്ഷം രൂപയ്ക്ക് നമ്മള് ഇതിന്റെ വില നിലവാരം എങ്ങനെയാണെന്നറിയുമോ? വിജയിച്ചാൽ നിങ്ങൾക്ക് 3 ലക്ഷം രൂപ കിട്ടും. തെറ്റിയാൽ നിങ്ങൾക്ക് 20,000 രൂപ കിട്ടും. നിങ്ങൾ പിന്മാറിയാൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടും. രാഹുൽ ഹമീദ്. അതെ, ഉറപ്പിക്കട്ടോ? രാഹുൽ ഹമീദിനെ അറിയാമോ? അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. പക്ഷേ ഓക്കെ, അപ്പൊ നമ്മൾ പൂട്ടോ. കൂട്ടുകാരാണ്. ഓപ്ഷൻ ബി ഷാഹുൽ ഹമീദ്. മിസ്റ്റർ നജീബ്, താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് ആലോചിച്ചിട്ടും കാര്യമില്ല. ഉത്തരം ശരിയാണ്. അപ്പൊ 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരിക്കുക. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യാം. 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. 5 lakhs. മോണിറ്റർ പ്ലീസ്. ഇനി പറയുന്നവയിൽ ഏത് രാജ്യത്തിന്റെ പതാകയിലാണ് ചുവപ്പ് നിറം ഇല്ലാത്തത്? ഓപ്ഷൻ എ സാംബിയ, ഓപ്ഷൻ ബി യമൻ, ഓപ്ഷൻ സി ഗാബോൺ, ഓപ്ഷൻ ഡി ബെനിൻ. അവിടുത്തെ അളിയനടുത്ത് ചോദിച്ചാൽ താങ്കളുടെ പിടിവള്ളി എടുക്കുന്നു. ചോദ്യം ഇതാണ്. ഇനി പറയുന്നവയിൽ ഏത് രാജ്യത്തിന്റെ പതാകയിലാണ് ചുവപ്പ് നിറമില്ലാത്തത്? 4 ഓപ്ഷൻസ്: സാംബിയ, യമൻ, ഗാബോൺ, ബെനിൻ. എനിക്ക് ഇല്ല, പിടികിട്ടുന്നില്ല. കുട്ടേട്ടന്റെ പിടിവള്ളി എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞ്. പക്ഷെ എനിക്കറിയത്തില്ല. അത് അറിയില്ല. സംശയമുണ്ട്. അതാണ്
ഓക്കെ, അപ്പൊ എന്താ തീരുമാനിക്കുന്നേ? പിരിയാം. പിൻവാങ്ങുന്നു. താങ്കൾ പിരിയുന്നു എന്ന് പറയുന്നത് നമ്മളിവിടെ പിൻവാങ്ങലാണ്. ഈ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു. മിസ്റ്റർ നജീബ്, താങ്കൾ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു. 2.5 കൊല്ലം ആ മണൽക്കാട് ജോലി ചെയ്തിട്ട് 1 പൈസ പോലും ശമ്പളം കിട്ടിയില്ല. ഇല്ല. ഇവിടെ ആകെ എല്ലാം കൂടെ ഒരു 1.5 മണിക്കൂർ ജോലി ചെയ്തപ്പോൾ 1.5 ലക്ഷം രൂപ കയ്യിലുണ്ട്. ഓക്കെ, സന്തോഷമുണ്ട്. അപ്പൊ പക്ഷേ താങ്കളെ പരിചയപ്പെടാൻ പറ്റിയ വലിയ കാര്യം, ഭാഗ്യം. കാര്യം അന്ന് ആ നോവൽ വായിച്ചപ്പോൾ തന്നെ താങ്കളെ പരിചയപ്പെടേണ്ടതായിരുന്നു. അപ്പൊ ഇനിയിപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന്റെ ഉത്തരം കൂടെ നോക്കിട്ട് പോവാം അല്ലേ? അപ്പൊ താങ്കൾ ഒരു ഉത്തരം പറയും. 1.5 ലക്ഷം രൂപ ഇനി ഉറപ്പിച്ചുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് യമനായിരുന്നു. ആ ഉത്തരം തെറ്റാണ്. ഗാബോൺ ആണ് ശരി ഉത്തരം. അപ്പോ പൈസ പോയനെ, അത് എന്തോ ഒരു ഭാഗ്യമുണ്ട്. ജീവിതം നോവലായി, ഇനി ജീവിതം സിനിമയാകാൻ പോകുന്നു. ചിലപ്പോ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നത് താങ്കളെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയാവും. അറിയാമല്ലോ, കാര്യം നജീബിന്റെ ജീവിതത്തിൽ നജീബ് ആലോചിക്കാത്ത കാര്യമല്ലേ സംഭവിച്ചത്. കാരണം ഇന്നിപ്പോ നമ്മളോട് ഞാനിവിടെ വന്നതിൽ 25 ആൾക്കാർ എല്ലാവർക്കും ഇന്റർവ്യൂ വേണം അല്ലേ? ഇന്റർവ്യൂ ഇപ്പൊ 3-4 ദിവസം കൊണ്ട് നമുക്ക് റേറ്റ് അങ്ങ് ഫിക്സ് ചെയ്താലോ? ഒരു ഇന്റർവ്യൂവിന് 10 ലക്ഷം രൂപ. അത് ശരിയല്ലല്ലോ, വേണ്ടല്ലേ? ഉള്ളത് ഒരു 1.5 ലക്ഷം രൂപ പറഞ്ഞാലോ? ഒന്നും പൈസ മനസ്സുപോലെ തന്നെ നമ്മൾ വാങ്ങിക്കുക, നമ്മൾ ചോദിച്ചു വാങ്ങിക്കരുത്. അല്ല, എനിക്കൊന്ന് നജീബ് വളരണം. ആ രീതിയിലാണ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. സംഭവാമി യുഗേ യുഗി. അപ്പൊ നമുക്ക് ഇതായിട്ട് പോലോ. ഓക്കെ കുട്ടേട്ടാ. ലെവൽ 1. നജീബ്, താങ്കൾക്ക് 1.5 ലക്ഷം രൂപ താങ്കൾ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത്, കൂടാതെ ഇതിൽ പങ്കെടുത്തുള്ള ഒരു സർട്ടിഫിക്കറ്റും. ഓക്കെ, അങ്ങോട്ട് നോക്കൂ, ക്യാമറമാനെ നോക്കി ഒന്ന് ചിരിച്ചോളൂ. ഓക്കെ, ഇനി എത്ര ചിരിക്കാനുള്ള ക്യാമറമാരെ നോക്കി അല്ലേ? ഒന്നും പറയാൻ പറ്റത്തില്ല മനുഷ്യന്റെ കാര്യം. നമ്മളൊന്ന് വിചാരിക്കുന്നു, മറ്റൊന്ന് നടപ്പിലാവുന്നു. ഓക്കെ, അപ്പൊ നജീബ് നന്നായി വരൂ. അപ്പൊ ഇതുവഴി പോയാൽ നമുക്ക് കുറച്ചൊരു സൗകര്യമായി. ബെന്യാമിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതി ആടുജീവിതത്തിലെ നജീബിന്റെ ജീവിതം ഓർക്കാപ്പുറത്താണ് മാറിമറിഞ്ഞത്. ഇനിയും ഒരുപക്ഷെ ഈ 28-ാം തീയതി ഈ ചിത്രം റിലീസാകുന്നതോടെ ഇനിയും മാറിമറിഞ്ഞു എന്ന് വരും. ഈ സാധു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ പെയ്തിറങ്ങട്ടെ. മറ്റു മത്സരാർത്ഥിയുമായി ഇനി നാളെ രാത്രി 9 മണിക്ക്. ഗുഡ് ബൈ.